Let us go into the word of God this morning. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ദൈവവചനം ധ്യാനിക്കാം. Kindly turn your Bibles with me to Hebrews chapter 10 and verse 25. എബ്രായർ 10:25 ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. Not staying away from our worship meetings as some habitually do, but encouraging one another, and all the more as you see the day drawing near. നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നുവെന്ന് കാണുന്തോറും അത് അധികമധികമായി ചെയ്യേണ്ടതാകുന്നു. Encouraging each other all the more as you see the day drawing near. ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമധികമായി ചെയ്യേണ്ടതാകുന്നു. What is that day that is mentioned in this place? ഈ വേദഭാഗത്ത് സൂചിപ്പിച്ചിരിക്കുന്ന നാൾ ഏതാകുന്നു? The day is nothing but the return of our Lord Jesus Christ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തിരിച്ചു വരുന്ന നാൾ, ആ ദിവസത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. The Bible says that Jesus Christ is going to come back for his church. യേശുക്രിസ്തു തന്റെ സഭയ്ക്ക് വേണ്ടി തിരിച്ചു വരുവാൻ പോകുകയാണെന്ന് വേദപുസ്തകം വ്യക്തമായി പറയുന്നുണ്ട്. Jesus Christ prophesied that he is going to come back again. താൻ വീണ്ടും തിരിച്ചു വരുമെന്ന് യേശുക്രിസ്തു തന്നെ പ്രവചിച്ചിട്ടുണ്ട്. He said, I am going to prepare a place for you. Once I am done, I will come and receive you to myself. യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. When Jesus was taken up, ascended into heaven on the clouds after his resurrection, യേശു പുനരുദ്ധാനം ചെയ്തതിനു ശേഷം സ്വർഗാരോഹണം ചെയ്തപ്പോൾ, when the disciples were looking up, ശിഷ്യന്മാർ മുകളിലേക്ക് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ, angels came down and said, why are you looking up towards heaven? ദൂതന്മാർ ഇറങ്ങി വന്നു അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് സ്വർഗ്ഗത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്? They said, the same Jesus who is taken up before your eyes will come back again. അവർ പറഞ്ഞു, നിങ്ങളുടെ കൺമുൻപാകെ സ്വർഗാരോഹണം ചെയ്ത യേശുക്രിസ്തു വീണ്ടും തിരിച്ചു വരും. Here in the verse that we read in Hebrews, നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിച്ച ഈ വചനത്തിൽ, the Bible says one of the main reasons why we come together for church and fellowship is that we will declare the coming of the Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെക്കുറിച്ച് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ സഭയായി കൂട്ടായ്മയായി ഒരുമിച്ച് കൂടുന്നതെന്ന് വേദപുസ്തകം വ്യക്തമായി പറയുന്നു. Hallelujah. Hallelujah. One of the principal irrevocable messages of the church is the coming back of the Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ്, അതാണ് സഭയ്ക്ക് ഒരിക്കലും മാറ്റാനാവാത്ത പിൻവലിക്കാനാവാത്ത സന്ദേശം. If there is no returning of the Lord Jesus Christ, our spiritual life, our effort, our works, all our hopes are in vain. കർത്താവായ യേശുക്രിസ്തു വീണ്ടും തിരികെ വരുന്നില്ല എങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതവും പ്രത്യാശയും പ്രയത്നവുമെല്ലാം വ്യർത്ഥമാണ്. There are many believers who live without the knowledge of the coming or the return of the Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് ഒന്നും അറിയാതെ ജീവിക്കുന്ന ധാരാളം വിശ്വാസികൾ ഉണ്ട്. And those who have are not very sure about the coming of the Lord Jesus Christ. ചില വിശ്വാസികൾക്ക് യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് അത്ര ഉറപ്പൊന്നുമില്ല. There are some people who have lot of questions about the rapture, about the coming of the Lord Jesus Christ. ചില വ്യക്തികളുടെ ഹൃദയത്തിൽ ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച്, സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിനെ കുറിച്ച് നിരവധി ചോദ്യങ്ങളുണ്ട്. I put those questions in 3 categories. ഞാൻ ആ ചോദ്യങ്ങളെ 3ആയി തരം തിരിക്കുന്നു. You can write it down. നിങ്ങൾക്കത് എഴുതിയെടുക്കാം. The first question many people have is, how will the Lord's return be like? നിരവധി വ്യക്തികളുടെ ഹൃദയത്തിലുള്ള ചോദ്യം ഇങ്ങനെയാണ്, യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് എങ്ങനെയിരിക്കും? Second question, രണ്ടാമത്തെ ചോദ്യം, what will happen when Jesus Christ returns? യേശുക്രിസ്തു വീണ്ടും വരുമ്പോൾ എന്താണ് സംഭവിക്കുക? Third question, മൂന്നാമത്തെ ചോദ്യം, when will Jesus come? എപ്പോഴാണ് കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുന്നത്? I had these questions. എന്റെ ഉള്ളിൽ ഈ 3 ചോദ്യങ്ങളുമുണ്ട്. I believe some of us are battling with those questions. നമ്മിൽ ചിലർ ഈ ചോദ്യങ്ങളുമായി പോരാടുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. And Jesus handled these 3 questions. എന്നാൽ ഈ 3 ചോദ്യങ്ങളെയും യേശുക്രിസ്തു വളരെ ലളിതമായി കൈകാര്യം ചെയ്തു. If you read Matthew chapter 24 verses 36 to 43, നിങ്ങൾ മത്തായി 24:36 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കുകയാണെങ്കിൽ, Jesus answered these 3 questions in beautiful detail. യേശുക്രിസ്തു മനോഹരമായി വിശദമായി ഈ 3 ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നു. Very interesting. Number 1,
The first question is, how will the Lord's return be? ഒന്നാമത്തെ ചോദ്യം ഇതാണ്, കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് എങ്ങനെ ഇരിക്കും? How will Jesus come? യേശുക്രിസ്തു എങ്ങനെ വരും? What is the answer of Jesus? യേശുവിന്റെ ഉത്തരം എന്തായിരുന്നു? Verse 37. 37ാമത്തെ വാക്യം. He says, യേശു പറയുന്നു, as the days of Noah were, so the coming of the Son of Man will be. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. So the first answer is, ആകയാൽ ഒന്നാമത്തെ ഉത്തരം ഇതാകുന്നു, the coming of the Lord Jesus Christ will be a sudden occurrence. യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് പെട്ടെന്ന് സംഭവിക്കും. Sudden occurrence. പെട്ടെന്ന് സംഭവിക്കും. The first characteristic of God's coming is going to be, it will be sudden, it will be unprecedented. കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് പെട്ടെന്ന് സംഭവിക്കുവാൻ പോകുന്നു. അത് തികച്ചും അപ്രതീക്ഷിതമായിരിക്കും. That is how the people faced the coming of the flood in the time of Noah. നോഹയുടെ കാലഘട്ടത്തിൽ ജനങ്ങൾ അതുപോലെയാണ് വെള്ളപ്പൊക്കത്തെ അഭിമുഖീകരിച്ചത്. അത് അപ്രതീക്ഷിതമായിട്ടാണ് സംഭവിച്ചത്. They were not prepared for it. അവർ അതിനെ നേരിടുവാൻ തയ്യാറായിരുന്നില്ല. They were not expecting it. അവർ അത് പ്രതീക്ഷിച്ചിരുന്നില്ല. And the Bible says the flood took all of them away. വേദപുസ്തകം പറയുന്നു, അവർ എല്ലാവരും വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ടു. Not one person escaped. ഒരാൾ പോലും രക്ഷപ്പെട്ടില്ല. So the first characteristic, Jesus said, just like it was in the days of Noah, so will my coming be. ആകയാൽ ഒന്നാമത്തെ ലക്ഷണം ഇതാകുന്നു. യേശുക്രിസ്തു പറയുന്നു, എന്റെ രണ്ടാം വരവ് നോഹയുടെ കാലം പോലെ ആകുമെന്ന്. The first characteristic is sudden coming of the Lord Jesus Christ. ഒന്നാമത്തെ ലക്ഷണം ഇതാണ്, യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് പെട്ടെന്ന് സംഭവിക്കും. Second characteristic, ഇനി രണ്ടാമത്തെ ലക്ഷണം in verse 40, 40ാം വാക്യത്തിൽ Jesus said, യേശു പറഞ്ഞു, 2 men will be in the field, one will be taken and one will be left. 2 women will be grinding at the mill, one will be taken and one will be left. അന്ന് രണ്ടുപേർ വയലിൽ ഇരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. രണ്ടുപേർ ഒരു തിരിക്കല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. The second characteristic of God's coming, Jesus said, will be characterized by a separation. കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ചുള്ള രണ്ടാമത്തെ ലക്ഷണമായി യേശുക്രിസ്തു പറയുന്നു, ഒരു വേർതിരിക്കൽ ഉണ്ടാകും. Separation. ഒരു വേർതിരിക്കൽ. In other words, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, a Christian, a non-Christian, a believer, an unbeliever, both of them will be working in the same place. ഒരു ക്രിസ്ത്യാനിയും അക്രൈസ്തവനും ഒരു വിശ്വാസിയും അവിശ്വാസിയും ഒരേ സ്ഥലത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. A saint, a sinner, both of them will be doing the same thing. ഒരു വിശുദ്ധനും ഒരു പാപിയും ഒരേ കാര്യം ചെയ്തുകൊണ്ടിരിക്കും. But when Jesus comes, എന്നാൽ യേശുക്രിസ്തു വരുമ്പോൾ there will be a separation. അവിടെ വേർതിരിക്കൽ ഉണ്ടാകും. One person will be taken away, one person will be left behind. ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. This will be a scary, shocking separation for the world. ലോകത്തിന് ഇത് സംഭ്രമജനകമായ ഞെട്ടിപ്പിക്കുന്ന ഒരു വേർതിരിക്കലായിരിക്കും. The third way, when will the coming of Jesus be? മൂന്നാമത്തെ കാര്യം, കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് എപ്പോൾ സംഭവിക്കും? 43. 43ാം വാക്യം. The Bible says, വേദപുസ്തകം but പറയുന്നു, know this, if the house owner had already known what time the thief was coming, he would have stayed alert and not let his house be broken into. കള്ളൻ വരുന്ന യാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുരക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും. And Jesus said, I will come at a time you will never know. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ ഞാൻ വരും. When will Jesus come? എപ്പോൾ യേശു വരും? The third characteristic will be, it will be a secrecy for the world. മൂന്നാമത്തെ ലക്ഷണം ഇതാണ്, ഇത് ലോകത്തിന് ഒരു രഹസ്യമായിരിക്കും. First, we handle the question, how will the Lord's return be like? കർത്താവിന്റെ വരവ് എപ്രകാരം ഇരിക്കും എന്നതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം ചിന്തിച്ചത്. For the world, it will be a sudden occurrence. ലോകത്തിന് അത് പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യമായിരിക്കും. What will happen when the Lord returns? കർത്താവ് തിരിച്ചു വരുമ്പോൾ എന്ത് സംഭവിക്കും? There will be a separation. അന്ന് ഭൂമിയിൽ ഒരു വേർതിരിക്കൽ ഉണ്ടാകും. When will the day of the Lord come? കർത്താവിന്റെ നാൾ എപ്പോൾ വരും? It will come with secrecy. അത് രഹസ്യത്തിൽ വരും. Now you may ask me, how can I know this better? എനിക്ക് എങ്ങനെയാണ് ഈ വിഷയങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുക? Listen, ശ്രദ്ധിക്കുവിൻ. though I told you that God's coming will be sudden, there will be a separation and it will be secret. കർത്താവിന്റെ വരവ് പെട്ടെന്ന് സംഭവിക്കും, അന്ന് ഭൂമിയിൽ ഒരു വേർതിരിക്കൽ ഉണ്ടാകും, അത് രഹസ്യത്തിൽ സംഭവിക്കുമെന്നെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞുവെങ്കിലും all these three characteristics apply only to non-believers. ഈ
ഈ 3 ലക്ഷണങ്ങളും അവിശ്വാസികൾക്ക് മാത്രം ബാധകമാണ്. It can be a surprise to you. ഇത് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നുണ്ടായിരിക്കാം. This is not how the believers will face the coming of the Lord Jesus Christ. വിശ്വാസികൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ നേരിടുന്നത് ഇങ്ങനെയല്ല. Listen to me. ശ്രദ്ധിക്കുവിൻ. I'll explain. ഞാൻ വിശദീകരിക്കാം. First I said, ഒന്നാമത് ഞാൻ പറഞ്ഞു, the coming of the Lord Jesus Christ will be sudden. കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് പെട്ടെന്ന് സംഭവിക്കും. For whom? ആർക്ക്? For the world. ലോകത്തിലെ ജനങ്ങൾക്ക്. But not for God's children. ദൈവമക്കൾക്കല്ല. Why? എന്തുകൊണ്ട്? If you come back to the same passage I referred from verse 37. നിങ്ങൾ അതേ വേദഭാഗം 37 വാക്യം മുതൽ വായിച്ചു നോക്കുകയാണെങ്കിൽ, Jesus said, just like it was in the days of Noah, it will happen. യേശു പറഞ്ഞു, നോഹയുടെ കാലം പോലെ തന്നെയാകും മനുഷ്യപുത്രന്റെ വരവ്. What did happen in the days of Noah? എന്താണ് നോഹയുടെ കാലത്ത് സംഭവിച്ചത്? For the world it was sudden, but for Noah it was expected. ലോകത്തിലാണ് ജലപ്രളയം പെട്ടെന്ന് സംഭവിച്ചത്, എന്നാൽ നോഹയ്ക്ക് അത് അറിയാമായിരുന്നു. നോഹ അത് പ്രതീക്ഷിച്ചിരുന്നു. The Bible says he was already warned by God. കാരണം വചനം പറയുന്നു, നോഹയ്ക്ക് ദൈവം മുന്നറിയിപ്പ് നൽകിയിരുന്നു. The Bible says after he entered the ark, then the floods came. വേദപുസ്തകം പറയുന്നു, നോഹ പെട്ടകത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ജലപ്രളയം തുടങ്ങിയെന്ന്. If you are a child of God, നിങ്ങൾ ഒരു ദൈവ പൈതലാണെങ്കിൽ, the coming of the Lord Jesus Christ will not be a surprise for you. It is an expectation we are waiting for. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് നിങ്ങൾക്ക് ആശ്ചര്യമായിരിക്കുകയില്ല. അത് നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. Hallelujah. ഹല്ലേലൂയ. Number 2, രണ്ടാമത് Jesus said, യേശു പറഞ്ഞു, it will be a separation. അന്ന് ഭൂമിയിൽ ഒരു വേർതിരിക്കൽ ഉണ്ടാകുമെന്ന്. 2 people will be in one place, one will be taken away, one will be left. 2 പേരിൽ ഒരാളെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. This separation is also a shocking separation for the world, but not for the ഈ believer. വേർതിരിക്കൽ ലോകത്തിന് സംഭ്രമജനകമായിരിക്കും, എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അപ്രകാരമായിരിക്കില്ല. Why? എന്തുകൊണ്ട്? Because the believer is not separated from the world during rapture, but the time he is saved by the Lord Jesus Christ. കാരണം ഒരു വിശ്വാസി കർത്താവിന്റെ രഹസ്യ വരവെങ്കിലല്ല ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെടുന്നത്, അവൻ എന്നാണോ രക്ഷിക്കപ്പെട്ടത് ആ നിമിഷം തന്നെ ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. You are a chosen generation. I have set you apart from this world for myself. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു തലമുറയാണ്, ഞാൻ നിങ്ങളെ എനിക്ക് വേണ്ടി വേർതിരിച്ച് Come വെച്ചിരിക്കുന്നു. out from this evil generation, the Bible says. ഈ ദുഷ്ട തലമുറയിൽ നിന്ന് വേർപെട്ടിരിപ്പിൻ എന്ന് വചനം പറയുന്നു. For us, it is a Christian everyday experience. നമ്മെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഇത് അനുദിന അനുഭവമാണ്. It's an everyday experience. ഇത് നമുക്ക് ദിനംതോറുമുള്ള ഒരു അനുഭവമാണ്. For the world, എന്നാൽ ലോകത്തിന് when we disappear and we go to Jesus, നമ്മൾ അപ്രത്യക്ഷനായി യേശുക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ it will be a shock for them, അത് സംഭ്രമജനകമായിരിക്കും. but not for us, എന്നാൽ നമുക്കല്ല. because we are already separated from this world. കാരണം നമ്മൾ ഈ ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. How many of you believe that? എത്ര പേർ വിശ്വസിക്കുന്നു? Hallelujah. ഹല്ലേലൂയ. Number 3, മൂന്നാമത്, I said for the world the timing of the Lord Jesus Christ will be a secret. ഞാൻ പറഞ്ഞുവല്ലോ, കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് ലോകത്തിലുള്ളവർക്ക് അത് തികച്ചും രഹസ്യമായിരിക്കും. But for us the season of God's return is not a secret. എന്നാൽ കർത്താവിന്റെ രണ്ടാം വരവ് നമുക്കൊരിക്കലും രഹസ്യമായിരിക്കില്ല. Why? എന്തുകൊണ്ട്? You may ask, Pastor, what is this? ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, പാസ്റ്റർ താങ്കൾ എന്താണ് പറയുന്നത്? I'll show you a verse. ഞാൻ ഒരു വചനം കാണിച്ചു തരാം. Turn with me to 1 Thessalonians. നിങ്ങൾ 1 തെസ്സലോനിക്കർ chapter 5 verses 1 to 6. Please mark it down. 5-ാമത്തെ അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ദയവായി അടിവരയിട്ട് വെക്കുവിൻ. I will read from verse 2. ഞാൻ 2-ാമത്തെ വാക്യം മുതൽ വായിക്കാം. For you yourselves know well that the day of the Lord will come just like a thief in the night. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. Verse 3. 3-ാമത്തെ വാക്യം, When they say peace and security, then sudden destruction comes on them like labor pains come on a pregnant woman, and they will not escape. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും, അവർക്ക് തെറ്റിയൊഴിയാവതുമില്ല. Now look at verse 4, very important verse. ഇപ്പോൾ 4-ാമത്തെ വാക്യം നോക്കുവിൻ, അത് വളരെ പ്രധാനപ്പെട്ട വചനമാണ്. Apostle Paul said the coming of the Lord will be like a thief in the night. രാത്രിയിൽ കള്ളൻ വരുന്നത് പോലെ ആയിരിക്കും കർത്താവിന്റെ വരവെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. But then he says very specifically in verse 4, എന്നാൽ 4-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പ്രത്യേകം പറയുന്നു, but you brothers are not in the dark for this day to overcome you like a thief. എന്നാൽ 4-ാമത്തെ വാക്യത്തിൽ അദ്ദേഹം പ്രത്യേകം പറയുന്നു, സഹോദരന്മാരെ,
ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിൽ ഉള്ളവരല്ല. For you are the sons of light and the sons of the day. We do not belong to the night or the darkness. നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല. Do you see the distinction? നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ? Jesus will come like a thief in the night. രാത്രിയിൽ കള്ളൻ എന്ന പോലെ യേശുക്രിസ്തു വരും. It will be darkness, it will be secrecy for the people who live in darkness. ഇരുളിൽ വസിക്കുന്ന ജനങ്ങൾക്ക് കർത്താവിന്റെ വരവ് രഹസ്യത്തിലായിരിക്കും, അത് ഇരുളിലായിരിക്കും. But for the people who walk in the light, എന്നാൽ പ്രകാശത്തിൽ വസിക്കുന്ന മക്കൾക്കോ Jesus is not going to come like a thief. യേശു കള്ളനെ പോലെയല്ല അവരുടെ അരികിൽ വരാൻ പോകുന്നത്. We are not going to be taken unawares and we are not going to be shocked at the coming of Jesus. കർത്താവിന്റെ വരവിങ്കൽ നമ്മൾ സംഭ്രമിക്കുകയില്ല, നമ്മൾ അപ്രതീക്ഷിതമായി എടുക്കപ്പെടുകയുമില്ല. We are waiting for the Lord's return. നമ്മൾ കർത്താവിന്റെ രണ്ടാം വരവിനായി കാത്തിരിക്കുന്നു. Hallelujah. Hallelujah. Because Jesus is not a stranger to us. കാരണം യേശുക്രിസ്തു നമുക്ക് ഒരു അപരിചിതനല്ല. Jesus is not an unexpected guest. യേശു നമുക്ക് പ്രതീക്ഷിക്കാത്ത ഒരു അതിഥിയുമല്ല. He is our savior. യേശു നമ്മുടെ രക്ഷകനാണ്. Hallelujah. Hallelujah. He is our beloved one. യേശുവാണ് നമുക്ക് പ്രിയപ്പെട്ടവൻ. And he is going to come to take us. യേശു നമ്മെ കൂട്ടിക്കൊണ്ടുപോകുവാൻ വരുന്നു. Every day in our Christian walk, our hope, our expectation is Maranatha, Jesus, come, I want to see you. നമ്മുടെ അനുദിന ക്രിസ്തീയ ജീവിതത്തിലെ പ്രത്യാശയും പ്രതീക്ഷയും ഇതാണ്, മാറാനാഥ, യേശുവേ വരേണമേ, എനിക്ക് അങ്ങയെ കാണണം. That's what in Revelation chapter 3 and verse 3 if you read. വെളിപ്പാട് 3:3 3 വാക്യം നിങ്ങൾ വായിക്കുകയാണെങ്കിൽ, If you will not watch, I will come on you like a thief. അവിടെ വചനം പറയുന്നു, നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. To whom will Jesus come like a thief? കള്ളനെ പോലെ യേശു ആരുടെ അരികിലേക്കാണ് For വരുന്നത്? people who are not awake. ഉണർന്നിരിക്കാത്ത ജനങ്ങളുടെ അരികിലേക്ക്. For people who are not prepared. രണ്ടാം വരവിനായി ഒരുങ്ങാത്ത ജനങ്ങളുടെ അരികിലേക്ക്. For people who do not know Jesus. യേശുവിനെ അറിയാത്ത ജനങ്ങളുടെ അരികിലേക്ക്. His coming will be like coming of a thief. അവർക്ക് യേശുവിന്റെ വരവ് കള്ളനെ I പോലെയാകും. believe for us, he is not coming like a thief. He already spoke to us. He already showed the signs and we are waiting for his return. എന്നാൽ യേശു കള്ളനെ പോലെ നമ്മുടെ അരികിലേക്ക് വരില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു നമ്മോട് സംസാരിച്ചിരിക്കുന്നു. നമ്മൾ യേശുവിന്റെ രണ്ടാം വരവിനായി കാത്തിരിക്കുന്നു. எத்தனை பேர் காத்திருக்கவங்க ஒரு அழில சொல்லுங்க பாப்போம். Hallelujah. 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 You are not walking in darkness but in light. നിങ്ങൾ അന്ധകാരത്തിലല്ല വെളിച്ചത്തിൽ നടക്കുന്നവരാണ്. Praise be to God. ദൈവത്തിന് സ്തുതി. If you look at the word of God, നിങ്ങൾ ദൈവവചനം for പരിശോധിച്ചാൽ, the children of God, the Lord never does anything without exposing or revealing the secrets beforehand. ദൈവത്തിന്റെ മക്കൾക്ക് രഹസ്യം വെളിപ്പെടുത്താതെ ദൈവം ഒന്നും ചെയ്യുകയില്ല. Amos chapter 3 and verse 7. ആമോസ് 3:7 വാക്യം, Surely the sovereign Lord does nothing without revealing it to his servants, the prophets. യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. I believe he did it all along, he will do it even again. ദൈവം എല്ലാ കാലത്തും അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. If you read the past in the Old Testament onwards, നിങ്ങൾ പുരാതന കാലത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ വായിക്കുകയാണെങ്കിൽ, in Genesis 6 and verse 7, ഉൽപ്പത്തി 6:7 വാക്യത്തിൽ, before the Lord could destroy the world with a flood, the Lord informed about the destruction beforehand to Noah and saved him. ദൈവം ജലപ്രളയം കൊണ്ട് ഭൂമിയെ നശിപ്പിക്കുന്നതിന് മുൻപ് തന്നെ സകല കാര്യങ്ങളും നോഹയെ അറിയിച്ചു, അവനെ രക്ഷിക്കുകയും ചെയ്തു. If you read Genesis 15 and verse 13, നിങ്ങൾ ഉൽപ്പത്തി 15:13 വായിക്കുകയാണെങ്കിൽ, before the Israelites were taken as captive and they will be released again into the promised land, the Lord many hundred years ago revealed the secret to Abraham. ഇസ്രായേൽ മക്കളെ മിസ്രൈം ദേശത്തേക്ക് അടിമകളായി പിടിച്ചു കൊണ്ടുപോകുന്നതിന് 100 കണക്കിന് വർഷം മുൻപേ ദൈവം അബ്രഹാമിനെ സകല രഹസ്യങ്ങളും വെളിപ്പെടുത്തിയിരുന്നു. Before the Lord could destroy Sodom and Gomorrah, സോദോം ഗൊമോറ ദൈവം നശിപ്പിക്കുന്നതിന് മുൻപ് തന്നെ, in Genesis 18:17, ഉൽപ്പത്തി 18:17, the Lord said, shall I hide this thing from Abraham? ദൈവം പറയുന്നു, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കുമോ? So the Lord revealed it beforehand. ആകയാൽ ദൈവം അത് മുൻകൂട്ടി വെളിപ്പെടുത്തിയിരുന്നു. If you read 2 Kings chapter 2, നിങ്ങൾ 2 രാജാക്കന്മാർ 2-ാം അധ്യായം വായിച്ചാൽ, the Lord had revealed to Elijah the prophet that he will be taken up in a chariot, and he revealed it beforehand. അതെ, ദൈവം തന്റെ പ്രവാചകന്മാർക്ക് സകലതും വെളിപ്പെടുത്തിയിരുന്നു. Look at the wise men who came to meet Jesus. യേശു പൈതലിനെ കാണുവാൻ വന്ന വിദ്വാൻമാരെ നോക്കുവിൻ. The Lord had showed them a sign and said,
the king of Jews is born here. ദൈവം വിദ്വാൻമാർക്ക് ഒരു അടയാളം കാണിച്ചു കൊടുത്തു. അവരോട് പറഞ്ഞു, യഹൂദന്മാരുടെ രാജാവ് ഇവിടെ ജനിച്ചിരിക്കുന്നു. Look at the man Simeon in the Bible. ശിമിയോനെ നോക്കുവിൻ. The Bible says Simeon came to the house of God and took up the baby Jesus and blessed him. ശിമിയോൻ ദൈവാലയത്തിലേക്ക് ചെന്ന് യേശുവിനെ തന്റെ കൈകളിലേന്തി ദൈവത്തെ പുകഴ്ത്തി. But he did not come casually. എന്നാൽ ശിമിയോൻ അവിചാരിതമായി വന്നതല്ല. Bible says he was led by the Spirit to come to the temple of God. വേദപുസ്തകം പറയുന്നു, ആത്മനിയോഗത്താലാണ് ശിമിയോൻ ദൈവാലയത്തിലേക്ക് He വന്നതെന്ന്. had already been told that he will not die before he sees the Savior. രക്ഷകനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവൻ അരുളപ്പാട് ലഭിച്ചിരുന്നു. And Simeon was boldly saying, today I have seen the salvation. ശിമിയോൻ ധൈര്യത്തോടെ പറയുന്നു, നിന്റെ രക്ഷയെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. Now I can go in peace. ഇപ്പോൾ എനിക്ക് സമാധാനത്തോടെ പോകാം. For the children of God, for his church, the Lord has not left one but hundreds of signs and prophecies regarding the return of the Lord Jesus Christ. കർത്താവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് സഭയ്ക്കും ജനങ്ങൾക്കും ദൈവം നൂറുകണക്കിന് അടയാളങ്ങളും പ്രവചനങ്ങളും നൽകിയിട്ടുണ്ട്. I was totally reluctant to preach this message. ഈ സന്ദേശത്തെക്കുറിച്ച് പ്രസംഗിക്കുവാൻ സത്യത്തിൽ എനിക്ക് അല്പം വൈമനസ്യമുണ്ടായിരുന്നു. I was wondering whether people will be bored or they will not be able to understand the whole thing. Will it turn to a Bible study or something like that? ഈ സന്ദേശത്തെക്കുറിച്ച് ഞാൻ പ്രസംഗിക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് അത് മനസ്സിലാക്കുവാൻ സാധിക്കുമോ, അല്ല ഇതൊരു വേദ പഠനമായി തീരുമോ എന്നിങ്ങനെയെല്ലാം ഞാൻ ചിന്തിച്ചിരുന്നു. But the Lord began to press me for the past 3 months to preach this, and I'm going to start today and I'm going to take it for the next 7 weeks. എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് പ്രസംഗിക്കുവാൻ കഴിഞ്ഞ 3 മാസമായി ദൈവം എന്നെ നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത 7 ആഴ്ച ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുവാൻ പോകുന്നത്. I'm going to preach on the signs of the coming of the Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിന്റെ ലക്ഷണങ്ങളെക്കുറിച്ച് ഞാൻ പ്രസംഗിക്കുവാൻ പോകുന്നു. 7 weeks I'm going to bring up 7 signs that the Lord has revealed prophetically to the church about the coming of the Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് ദൈവം സഭയ്ക്ക് പ്രവചനാത്മകമായി നൽകിയിരിക്കുന്ന 7 ലക്ഷണങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കുവാൻ പോകുന്നു. I truly believe that all of us are living in the last days of this world, and the coming of Jesus Christ is very imminent. നമ്മൾ എല്ലാവരും അന്ത്യകാലത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ സത്യമായും വിശ്വസിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കുമെന്നും. This is not just a sentence I'm saying, but this is historically, prophetically, spiritually, literally it is applicable. ഞാൻ വെറുമൊരു വാചകമല്ല പറയുന്നത്, ആത്മീയമായും പ്രവചനാത്മകമായും സംഭവിക്കുവാൻ പോകുന്ന ഒരു കാര്യമാണിത്. Ecclesiastes 1:9 says, സഭാപ്രസംഗി 1:9 പറയുന്നു, what has been will be again, and what has been done will be done again. There is nothing new under the sun. സഭാപ്രസംഗി 1:9 പറയുന്നു, ഉണ്ടായിരുന്നത് ഉണ്ടാകുവാനുള്ളതും ചെയ്തു കഴിഞ്ഞത് ചെയ്യുവാനുള്ളതും ആകുന്നു. സൂര്യനു കീഴിൽ പുതുതായി യാതൊന്നും ഇല്ല. Listen, ശ്രദ്ധിക്കുവിൻ. this also is applicable to the coming of the Lord Jesus Christ. ഇത് കർത്താവിന്റെ രണ്ടാം വരവിനും ബാധകമാണ്. Now, many Bible scholars believe that there is a huge connection between the way the world started and the way the world is going to end. ലോകം എങ്ങനെയാണോ ആരംഭിച്ചത്, എങ്ങനെയാണോ അവസാനിക്കുവാൻ പോകുന്നത്, അവയ്ക്ക് തമ്മിൽ വലിയ ബന്ധമുണ്ടെന്ന് നിരവധി വേദശാസ്ത്ര പണ്ഡിതന്മാർ വിശ്വസിക്കുന്നു. Listen everyone. എല്ലാവരും ശ്രദ്ധിക്കുവിൻ. The Bible says the Lord created the earth and everything in it in a period of 6 days. ദൈവം 6 ദിവസത്തിനുള്ളിൽ ഭൂമിയെയും ഭൂമിയിലുള്ള സകലതിനെയും സൃഷ്ടിച്ചുവെന്ന് വേദപുസ്തകം പറയുന്നു. On the 7th day he rested. 7-ാം ദിവസം ദൈവം നിവൃത്തനായി. And he sanctified it and made it holy. ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ചു, ശുദ്ധീകരിച്ചു. The Bible says in the calculation of God, 1 day is equal to 1000 years. വേദപുസ്തകം പറയുന്നു, ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഒരു ദിവസം എന്നാൽ 1000 സംവത്സരങ്ങൾക്ക് തുല്യമാണെന്ന്. So Bible scholars believe 6 days means 6000 years. ആകയാൽ വേദശാസ്ത്ര പണ്ഡിതന്മാർ വിശ്വസിക്കുന്നു 6 ദിവസം എന്നാൽ 6000 വർഷമാണെന്ന്.
Now, if you look at world history, നിങ്ങൾ ലോക ചരിത്രം the പരിശോധിക്കുകയാണെങ്കിൽ Bible history of world existence, ലോകത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള വേദപുസ്തക ചരിത്രം it talks about 6,000 years of history, close to 6,000 until now. വേദപുസ്തക ചരിത്രപ്രകാരമുള്ള 6000 വർഷങ്ങൾ അവസാനിക്കുന്ന ആ അന്ത്യ കാലഘട്ടങ്ങളിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. And according to that analogy, ആ കണക്ക് പ്രകാരം there is one more day waiting for us, seventh day, which is another 1,000 ഒരു years, ദിവസം കൂടിയുണ്ട്, 7ാമത്തെ ദിവസം, അതായത് ഇനിയും 1000 വർഷങ്ങൾ. which is, according to Bible scholars, is the 1,000-year reign of our Lord Jesus Christ on this earth, the holy kingdom that is going to come with peace. വേദശാസ്ത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ആ 1000 വർഷങ്ങൾ കർത്താവായ യേശുക്രിസ്തു ഭരിക്കുന്ന 1000 വർഷങ്ങളാണ്. And they say we are in the 6th day or in the last 1,000 years of the 6,000 years, and we are in the last days waiting for the 7th day to begin. വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു, വേദപുസ്തക ചരിത്രപ്രകാരമുള്ള 6000 വർഷങ്ങളുടെ അവസാനത്തെ 1000 വർഷങ്ങളിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. 7ാമത്തെ ദിവസം തുടങ്ങുന്നതിനായി നമ്മൾ കാത്തിരിക്കുന്നു. You can ask me, Pastor, are we really in the last days? നിങ്ങൾ ചോദിച്ചേക്കാം, പാസ്റ്റർ, നമ്മൾ സത്യമായും അന്ത്യദിനങ്ങളിലാണോ? I will explain. ഞാൻ വിശദീകരിക്കാം. Today I will only talk about one direct sign Jesus gave about the season and time of his return. തന്റെ രണ്ടാം വരവിനെ കുറിച്ച് യേശുക്രിസ്തു നൽകിയ പ്രത്യക്ഷമായ ഒരു അടയാളത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. What is the first sign of the Lord Jesus Christ's return? ക്രിസ്തുവിന്റെ രണ്ടാം വരവിന്റെ ഒന്നാമത്തെ അടയാളം എന്താണ്? Matthew 24 verses 32 to 34. മത്തായി 24 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. Jesus is answering the question of the disciples, when will you come back again, Lord? കർത്താവേ, അങ്ങ് എപ്പോൾ തിരിച്ചു വരും എന്ന ശിഷ്യന്മാരുടെ ചോദ്യത്തിന് യേശുക്രിസ്തു മറുപടി നൽകുകയായിരുന്നു. Verse 32. 32 വാക്യം. Now learn this parable from the fig tree. As soon as its branches become tender and sprouts leaves, you know that summer is near. In the same way, when you see all these things, recognize that he is near at the door. മത്തായി 24 32 വാക്യം. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ. അതിൻ്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്നറിഞ്ഞുകൊള്ളുവിൻ. Listen. ശ്രദ്ധിക്കുവിൻ. Jesus said, look at the fig tree. യേശു പറഞ്ഞു, അത്തിയെ നോക്കുവിൻ. The moment the fig tree will blossom and the leaves will sprout, know this, that I have come to the door of heaven. അത്തിയുടെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ ഞാൻ സ്വർഗത്തിന്റെ വാതിലിനരികിൽ എത്തിയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. What is this fig tree? എന്താകുന്നു അത്തിമരം? The fig tree is nothing but the land of Israel. അത്തിമരം എന്നാൽ മറ്റൊന്നുമല്ല, അത് ഇസ്രായേൽ ദേശത്തെയാണ് സൂചിപ്പിക്കുന്നത്. It is the land of Israel. അത് ഇസ്രായേൽ ദേശമാണ്. If you come 2 chapters behind this, നിങ്ങൾ ഈ അധ്യായത്തിന് മുൻപുള്ള 2 അധ്യായങ്ങൾ വായിച്ചു നോക്കുകയാണെങ്കിൽ in Matthew chapter 21, മത്തായി 21 അധ്യായത്തിൽ verses 18 to 19, 18 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ Jesus saw this fig tree on the way. യേശു വഴിയരികെ ഒരു അത്തിവൃക്ഷം കണ്ടു. He wanted to eat of that fruit, യേശു അത്തിപ്പഴം തിന്നുവാൻ ആഗ്രഹിച്ചു. but there was no fruit. എന്നാൽ ആ അത്തിമരത്തിൽ പഴങ്ങളൊന്നും Only ഉണ്ടായിരുന്നില്ല. leaves were there. ആ അത്തിമരത്തിൽ ഇലകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. And the Bible says Jesus cursed that tree and said, you will not bear fruit again, you will wither and die. ഇനി നിന്നിൽ നിന്ന് ഒരു നാളും ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് യേശു അത്തിമരത്തെ ശപിച്ചു. The Bible says the very next day when the disciples came that way, they were surprised to see that fig tree completely dried off. വേദപുസ്തകം പറയുന്നു, അടുത്ത ദിവസം ശിഷ്യന്മാർ ആ വഴി കടന്നു പോയപ്പോൾ യേശു പറഞ്ഞതുപോലെ തന്നെ ആ അത്തിമരം ഉണങ്ങിപ്പോയിരുന്നു. This is a prophetical utterance of the Lord Jesus Christ. ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു പ്രവചന ദൂതാണ്. Listen, ശ്രദ്ധിക്കുവിൻ. so many people have asked me this question. നിരവധി ആളുകൾ എന്നോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. Pastor, why did Jesus curse that tree? പാസ്റ്റർ, എന്തുകൊണ്ടാണ് യേശുക്രിസ്തു അത്തിമരത്തെ ശപിച്ചത്?
There would have been other trees. If there is no fruit in this tree, could have gone to other ഈ trees. അത്തിമരത്തിൽ പഴമില്ലെങ്കിൽ മറ്റേതെങ്കിലും മരത്തിന്റെ അരികിൽ ചെന്ന് പഴം പറിച്ച് തിന്നാമായിരുന്നല്ലോ. But Jesus was not just cursing a tree. എന്നാൽ യേശുക്രിസ്തു വെറുതെ ഈ അത്തിമരത്തെ ശപിക്കുകയായിരുന്നില്ല. There was a prophetical significance in that. അവിടെ പ്രവചനാത്മകമായ ഒരു സവിശേഷതയുണ്ട്. What is that? എന്താണത്? Jesus came to the fig tree, which is Israel. യേശുക്രിസ്തു ഇസ്രായേൽ എന്ന അത്തിമരത്തിനരികിലേക്ക് വന്നു. He preached the good news of the Lord's kingdom. ദൈവരാജ്യത്തെ കുറിച്ചുള്ള സുവിശേഷം പ്രഘോഷിച്ചു. But the Bible says he came to his own, but his own received him not. എന്നാൽ വചനം പറയുന്നു യേശു തന്റെ സ്വന്തം ജനത്തിന്റെ അരികിലേക്ക് വന്നു, എന്നാൽ അവർ യേശുവിനെ കൈക്കൊണ്ടില്ല. They did not believe him. അവർ യേശുവിൽ വിശ്വസിച്ചില്ല. They were crucifying him on the cross. എന്നാൽ അവർ യേശുവിനെ ക്രൂശിൽ തറച്ചു. They rejected him. അവർ യേശുവിനെ തിരസ്കരിച്ചു. Therefore they did not have any fruit of righteousness. അതുകൊണ്ട് അവരിൽ നീതിയുടെ ഒരു ഫലങ്ങളും ഉണ്ടായിരുന്നില്ല. There was no fruit of salvation. അവരുടെ പക്കൽ രക്ഷയുടെ ഫലങ്ങൾ ഉണ്ടായിരുന്നില്ല. And Jesus said, യേശു പറഞ്ഞു, because you rejected നീ me, എന്നെ തള്ളിക്കളഞ്ഞതുകൊണ്ട്, because you rejected my word, നീ എന്റെ വചനങ്ങൾ തിരസ്കരിച്ചതുകൊണ്ട്, because you are not connected to me, നീ എന്നോട് ബന്ധം സ്ഥാപിക്കാത്തതുകൊണ്ട്, you will not bear fruit നീ ഫലം കായ്ക്കുകയില്ല, and you will be cut down. നീ വിച്ഛേദിക്കപ്പെടും. Or in other words, മറ്റൊരു വിധത്തിൽ this പറഞ്ഞാൽ tree will be cursed ഈ മരം ശപിക്കപ്പെടും, and all the leaves will fall away. എല്ലാ ഇലകളും കൊഴിഞ്ഞു വീഴും. Listen. ശ്രദ്ധിക്കുവിൻ. But Jesus said in chapter 24, എന്നാൽ 24-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറഞ്ഞു, this fig tree ഈ അത്തിമരം will blossom again. വീണ്ടും തളിർക്കും. Listen. ശ്രദ്ധിക്കുവിൻ. 7 signs you have to look at Israel. നിങ്ങൾ ഇസ്രായേലിലേക്ക് നോക്കുമ്പോൾ അവിടെ 7 അടയാളങ്ങൾ കാണേണ്ടതുണ്ട്. The first sign is ഒന്നാമത്തെ അടയാളം the re-establishment of the state of Israel. ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ പുനഃസ്ഥാപനം. The re-establishment of the state of Israel. ഇസ്രായേൽ എന്ന സംസ്ഥാനത്തിന്റെ പുനഃസ്ഥാപനം. Listen. ശ്രദ്ധിക്കുവിൻ. Jesus cursed the tree and the tree withered. യേശുക്രിസ്തു അത്തിമരത്തെ ശപിച്ചു, ആ മരം ഉണങ്ങിപ്പോയി. The Bible says, വേദപുസ്തകം പറയുന്നു, Pilate said, what this man has done, there is no unrighteousness in him. പീലാത്തോസ് ചോദിച്ചു, ഈ മനുഷ്യൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഇവനിൽ അനീതിയൊന്നും ഞാൻ കാണുന്നില്ല. I want to be free of the blood of the Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കുറ്റമില്ലാത്ത രക്തത്തിൽ എനിക്ക് പങ്കില്ല. And the Jews said, യഹൂദന്മാർ പറഞ്ഞു, let this blood be upon us and our children. ഈ രക്തം ഞങ്ങളുടെയും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. And when the women were crying behind Jesus as he carried the cross, യേശു കുരിശ് ചുമന്നുകൊണ്ട് പോകുമ്പോൾ സ്ത്രീകൾ കരയുകയായിരുന്നു. Jesus said, don't cry for me, cry for yourself and your children. യേശു പറഞ്ഞു, എനിക്ക് വേണ്ടി കരയേണ്ട, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയും കരയുവിൻ. You know why? എന്തുകൊണ്ടെന്നറിയാമോ? This fig tree that is green without fruits of righteousness, it will wither away. നീതിയുടെ ഫലങ്ങളില്ലാതെ ഇലകൾ മാത്രം ഉണ്ടായിരുന്ന ഈ അത്തിവൃക്ഷം ഉണങ്ങിപ്പോകും. You will not see a single leaf. നിങ്ങൾക്ക് ഒരു ഇല പോലും കാണാനാവില്ല. It will become like a lifeless bark of a tree. അത് നിർജീവമായ ഒരു മരത്തടി പോലെ ആയിത്തീരും. And it happened just like that. അത് അപ്രകാരം തന്നെ സംഭവിച്ചു. In the year 70 after Jesus Christ, യേശുക്രിസ്തുവിന് ശേഷം AD 70-ാം വർഷത്തിൽ Jerusalem was captured by the Roman king Titus. റോമൻ ചക്രവർത്തിയായ ടൈറ്റസ് യെരുശലേം നഗരത്തെ പിടിച്ചടക്കി. It was burned to the ground. യെരുശലേം പട്ടണം മുഴുവൻ തീക്കിരയായി തീർന്നു. It was destroyed. അത് പൂർണ്ണമായി നശിച്ചു. All the Jewish people, they were tortured, killed, chased away from that country. ശത്രുക്കൾ യഹൂദന്മാരെ എല്ലാവരെയും ക്രൂരമായി പീഡിപ്പിച്ചു, ആ രാജ്യത്ത് നിന്ന് തുരത്തി ഓടിച്ചു. History says, ചരിത്രം പറയുന്നു, in the same city of Jerusalem, അതേ യെരുശലേം നഗരത്തിൽ the emperor began to plant crosses throughout that city until the time there was no more space left, and he crucified the Jews all over the city. ആ റോമൻ ചക്രവർത്തി യെരുശലേം നഗരം മുഴുവൻ കുരിശുകൾ സ്ഥാപിക്കുവാൻ തുടങ്ങി. ആ നഗരത്തിൽ സ്ഥലമില്ലാതെ വരുവോളം അദ്ദേഹം കുരിശുകൾ സ്ഥാപിച്ചു. എല്ലാ കുരിശിന്മേലും യഹൂദന്മാരെ ക്രൂശിച്ചു. And the Jews in the next 30 years were scattered throughout the world. പിന്നീടുള്ള 30 വർഷം യഹൂദന്മാർ ലോകത്തിലെമ്പാടും ചിതറിക്കപ്പെട്ടു. To every country they ran away. അവർ എല്ലാ രാജ്യങ്ങളിലേക്കും ഓടിപ്പോയി. They lost a country. അവർക്ക് തങ്ങളുടെ രാജ്യം നഷ്ടപ്പെട്ടു. They lost their identity. അവർക്ക് തങ്ങളുടെ അനന്യത നഷ്ടപ്പെട്ടു. The nation of Israel's name was turned from Israel to Palestina
by the Roman government. റോമൻ സർക്കാർ ഇസ്രായേലിന്റെ പേര് ഇസ്രായേലിന് പകരം പാലസ്തീന എന്ന് മാറ്റി. Why? എന്തുകൊണ്ട്? Palestina is the name or the Latin name of the word Philistines. ഫിലിസ്റ്റൈൻസ് എന്ന വാക്കിന്റെ ലാറ്റിൻ പദമാണ് പാലസ്തീന. You know that Philistines were the enemies of Israel. ഫിലിസ്തീർ ഇസ്രായേലിന്റെ ശത്രുക്കളായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. The Roman king gave the name of those people to their country and they threw them ആ out. ശത്രുക്കളുടെ പേര് റോമൻ ചക്രവർത്തി ഇസ്രായേലിന് നൽകി യഹൂദന്മാരെ രാജ്യത്ത് നിന്ന് തുരത്തി ഓടിച്ചു. Listen, dear brothers and sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ ശ്രദ്ധിക്കുവിൻ. for the next 1900 years പിന്നീടുള്ള 1900 വർഷങ്ങളിൽ there was no country called Israel. ഇസ്രായേൽ എന്ന പേരിൽ ഒരു രാജ്യം ഉണ്ടായിരുന്നില്ല. No country. അങ്ങനെ ഒരു രാജ്യം ഉണ്ടായിരുന്നില്ല. But the Lord said, എന്നാൽ ദൈവം പറഞ്ഞു, I cursed this tree. ഞാൻ ഈ അത്തിമരത്തെ ശപിച്ചു. One day it was withered. എന്നാൽ ഒരു ദിവസം ഇത് തളിർക്കും. But എന്നാൽ this fig tree will blossom again. ഈ അത്തിമരം വീണ്ടും തളിർക്കും, തളിർത്ത് പൂക്കും. And when you see the fig tree blossoming again, understand that the Lord Jesus Christ has come to the door. എന്നാൽ ഈ അത്തിമരം വീണ്ടും തളിർക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുവിൻ, യേശുക്രിസ്തു വാതിൽക്കൽ എത്തിയിരിക്കുന്നു. Now what happened? എന്താണ് സംഭവിച്ചത്? In the year 1948, 1948 May 14, മെയ് 14 when nobody expected it, ആരും പ്രതീക്ഷിക്കാത്ത ഒരു സന്ദർഭത്തിൽ a country that was lost for over 2000 years began to be re-established as a country with the same name called Israel. 2000 വർഷങ്ങളായി ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഇല്ലാതിരുന്ന ഒരു രാജ്യം, അതായത് ഇസ്രായേൽ രാജ്യം, അതേ പേരിൽ തന്നെ വീണ്ടും ഒരു രാജ്യമായി പുനഃസ്ഥാപിക്കപ്പെട്ടു. This is nothing short of a miracle. ഇത് ഒരു സാധാരണ കാര്യമല്ല. It's a very big miracle. ഇത് വലിയൊരു അത്ഭുതമാണ്. No country of this sort has been re-established in world history. ഇതുപോലെ ലോക ചരിത്രത്തിൽ ഒരു രാജ്യവും വീണ്ടും പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. That too after almost 2000 years. അതും 2000 വർഷങ്ങൾക്ക് ശേഷം. Do you know how it happened? അതെങ്ങനെ സംഭവിച്ചു എന്ന് അറിയാമോ? Because Jesus said, കാരണം യേശു പറഞ്ഞു, the fig tree will blossom again. അത്തിമരം വീണ്ടും തളിർത്ത് പൂക്കും. Hallelujah. ഹല്ലേലൂയ. What is the sign? അതിന്റെ അടയാളം എന്താണ്? Jesus is coming soon. യേശുക്രിസ്തു വേഗത്തിൽ വരുവാൻ പോകുന്നു. ഹല്ലേലൂയ പറയൂ. You can see it in the news today. This country called Israel was not in the news 100 years ago. ഇന്ന് നിങ്ങൾക്ക് വാർത്തകളിൽ ഇസ്രായേലിനെ കുറിച്ച് കേൾക്കാം. എന്നാൽ 100 വർഷങ്ങൾക്ക് മുൻപുള്ള വാർത്തകളിൽ ഇസ്രായേൽ എന്ന രാജ്യം ഉണ്ടായിരുന്നില്ല. In the map there was no country called Israel. ലോകത്തിന്റെ ഭൂപടത്തിൽ ഇസ്രായേൽ എന്ന രാജ്യം ഉണ്ടായിരുന്നില്ല. But the Lord said, എന്നാൽ ദൈവം പറഞ്ഞു, when I come close to the door, ഞാൻ വാതിൽക്കൽ എത്തുമ്പോൾ the fig tree will blossom. അത്തിമരം വീണ്ടും തളിർക്കും. We are living in the last days. നമ്മൾ അന്ത്യകാലത്ത് ജീവിക്കുന്നു. The first sign is the re-establishment of the nation of Israel. ഒന്നാമത്തെ അടയാളം എന്നത് ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ പുനഃസ്ഥാപനമാണ്. Second sign, രണ്ടാമത്തെ അടയാളം the regathering of the Jewish people from the ends of the earth. ഭൂമിയിൽ എല്ലായിടവും ചിതറിപ്പാർത്തിരുന്ന യഹൂദന്മാർ വീണ്ടും കൂട്ടിച്ചേർക്കപ്പെട്ടു. This is another miracle. ഇത് സത്യത്തിൽ മറ്റൊരു അത്ഭുതമാണ്. If you come to Ezekiel chapter 37, നിങ്ങൾ യെഹെസ്കേൽ 37 അധ്യായം വായിക്കുകയാണെങ്കിൽ it talks about Ezekiel's vision of the dry bones. ഉണങ്ങിയ അസ്ഥികളെ കുറിച്ചുള്ള യെഹെസ്കേലിന്റെ ദർശനത്തെക്കുറിച്ച് ആ അധ്യായത്തിൽ വിശദീകരിച്ചിരിക്കുന്നു. Ezekiel goes to this valley യെഹെസ്കേൽ ഒരു താഴ്വരയിലേക്ക് പോകുന്നു. full of dry bones. അവിടെ ഉണങ്ങിയ അസ്ഥികൾ നിറഞ്ഞിരിക്കുകയാണ്. Everything is disintegrated. എല്ലാം ശിഥിലമായി കിടക്കുന്നു. And the Lord asks, will this live? ദൈവം യെഹെസ്കേലിനോട് ചോദിക്കുന്നു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? Lord, you alone know it. അതിന് യഹോവയായ കർത്താവേ, അങ്ങ് മാത്രം അതറിയുന്നുവെന്ന് യെഹെസ്കേൽ മറുപടി നൽകുന്നു. And the Lord said, prophesy, speak to those bones. അപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, ഈ അസ്ഥികളെ കുറിച്ച് നീ പ്രവചിക്ക. And the Bible says, വേദപുസ്തകം as പറയുന്നു, he prophesied, അവൻ പ്രവചിച്ചപ്പോൾ, please look at verse 11 and 12, what happened. ദയവായി 11, 12 എന്നീ വാക്യങ്ങൾ നോക്കുവിൻ. Very, very interesting prophecy. വളരെ രസകരമായ ഒരു പ്രവചനമാണത്. Then the Lord said to me, son of man, these bones are the whole house of Israel.
Behold, they say, our bones are dried up, our hope has perished, we are completely cut off. Therefore prophesy to them, thus says the Lord, behold, I will open your graves, and I will cause you to come up out of your graves, my people, and I will bring you into the land of Israel. യെഹെസ്കേൽ 11:12 എന്നീ വാക്യങ്ങൾ നോക്കുവിൻ. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്നവർ പറയുന്നു. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്നു, നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. Did you look at that prophecy? നിങ്ങൾ ആ പ്രവചനം കണ്ടുവോ? Who are these people? ആരാകുന്നു ഈ ജനങ്ങൾ? Their bones are dried up. അവരുടെ അസ്ഥികൾ ഉണങ്ങിയിരിക്കുന്നു. Their hope was perished. അവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം They were വന്നിരിക്കുന്നു. completely cut off. അവർ തീരെ മുടിഞ്ഞു പോയിരിക്കുന്നു. And the Lord says, ദൈവം പറയുന്നു, you are in a hopeless state. നിങ്ങളിപ്പോൾ പ്രത്യാശയില്ലാത്ത ഒരവസ്ഥയിലാണ്. But I will bring you out from your graves. എന്നാൽ ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. Where will I bring you? ഞാൻ എവിടെ നിന്ന് നിങ്ങളെ കൊണ്ടുവരും? I will bring you back to the land of Israel. ഞാൻ നിങ്ങളെ വീണ്ടും ഇസ്രായേൽ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും. My dear beloved, like this it has happened never in the history of the world. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഒരിക്കലും ലോക ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ല. What is it? എന്താണത്? The Israelites or the Jewish people were scattered throughout the world. ഇസ്രായേൽ മക്കൾ അല്ലെങ്കിൽ യഹൂദന്മാർ ലോകമെമ്പാടും ചിതറിക്കപ്പെട്ടു. They lost their identity അവർക്ക് അവരുടെ അനന്യത നഷ്ടപ്പെട്ടു. and they were tortured അവർ പീഡിപ്പിക്കപ്പെട്ടു. and they were killed in huge numbers. അവർ കൂട്ടം കൂട്ടമായി കൊല ചെയ്യപ്പെട്ടു. One recent history is the persecution and torture they suffered under the German ruler called Adolf Hitler. ജർമ്മനിയിലെ ഏകാധിപതിയായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ കാലഘട്ടത്തിൽ യഹൂദന്മാർ വളരെയധികം പീഡനങ്ങൾ സഹിച്ചുവെന്ന് ചരിത്രം പറയുന്നുണ്ട്. Do you know how many people were killed under Adolf Hitler? അഡോൾഫ് ഹിറ്റ്ലറുടെ കാലഘട്ടത്തിൽ എത്ര യഹൂദന്മാർ കൊല്ലപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയാമോ? 6 million Jewish people were killed. 6 ദശലക്ഷം യഹൂദന്മാർ കൊല്ലപ്പെട്ടു. The picture you see here is a real photograph. നിങ്ങൾ ഇവിടെ കാണുന്ന ചിത്രം ഒരു യഥാർത്ഥ ഫോട്ടോഗ്രാഫാണ്. 60 lakhs Jewish people were killed. 60 ലക്ഷം യഹൂദന്മാർ കൊല്ലപ്പെട്ടു. They were taken in luggage trains like dogs and cattle. കന്നുകാലികളെയും നായ്ക്കളെയും കൊണ്ടുപോകുന്നത് പോലെ ചരക്ക് ട്രെയിനുകളിൽ അവരെ കുത്തി നിറച്ച് കൊണ്ടുപോയി. Without food, water, tortured for years. ഭക്ഷണവും വെള്ളവും നൽകാതെ അവരെ അതിക്രൂരമായി പീഡിപ്പിച്ചു. Of the 60 lakhs Jewish people, 15 lakh Jewish children were killed. 60 ലക്ഷം യഹൂദന്മാരിൽ ഏകദേശം 15 ലക്ഷം കുട്ടികളായിരുന്നു. അവരും കൊല്ലപ്പെട്ടു. And they lost all hope. അവർക്ക് പ്രത്യാശയെല്ലാം നഷ്ടപ്പെട്ടു. They were killed in gas chambers. ഗ്യാസ് ചാമ്പറിലിട്ട് അവരെ കൊന്നുകളഞ്ഞു. The ladies, their hair was shaved. സ്ത്രീകളുടെ തലമുടിയെല്ലാം വടിച്ചു കളഞ്ഞു. And the hair was sold for money. അവരുടെ മുടിയെല്ലാം പണത്തിനു വേണ്ടി വിറ്റുകളഞ്ഞു. And the women were made to stand and chemical was thrown on them and they were burnt alive. സ്ത്രീകളെ നിർത്തി അവരുടെ മേൽ രാസലായനികൾ ഒഴിച്ചു. അവർ ജീവനോടെ കത്തിച്ചാമ്പലായി. And their bodies were taken out. അവരുടെ ശരീരങ്ങൾ പുറത്തെടുത്തു. Hundreds and thousands. നൂറുകണക്കിന് ആയിരക്കണക്കിന് മൃതശരീരങ്ങൾ. And they threw them in big pits. അതെല്ലാം വലിയ കുഴികളിലേക്ക് എറിഞ്ഞു കളഞ്ഞു. And they couldn't bury them. There was no grave. No, how many? Like 60 lakh Jewish people. അവരുടെ മൃതശരീരങ്ങൾ അടക്കുവാൻ കഴിഞ്ഞില്ല. 60 ലക്ഷം You യഹൂദന്മാർ. know how they buried them? എങ്ങനെയാണ് മൃതശരീരങ്ങൾ സംസ്കരിച്ചതെന്ന് അറിയാമോ? They threw the bodies there and they bulldozed them. Bulldozer was used. ബുൾഡോസർ ഉപയോഗിച്ച് വലിയ കുഴികൾ ഉണ്ടാക്കി. എന്നിട്ട് ആ ശവശരീരങ്ങൾ ഒന്നായി ആ കുഴികളിൽ മറവ് ചെയ്തു. The world thought these people like dry bones can never live. ഉണങ്ങിയ അസ്ഥികളെ പോലെയുള്ള ഈ ജനങ്ങൾക്ക് ഇനി ഒരിക്കലും ജീവൻ പ്രാപിക്കുവാൻ സാധിക്കില്ലെന്ന് ലോകം കരുതി. But the Lord had prophesied. എന്നാൽ ദൈവം പ്രവചിച്ചിരുന്നു, I will bring you out of the graves.
ഞാൻ നിങ്ങളെ ശവക്കുഴികളിൽ നിന്ന് തിരികെ കൊണ്ടുവരുമെന്ന്. I will bring you from all the corners. ലോകത്തിന്റെ എല്ലാ മൂലകളിൽ നിന്നും ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരും. And I will make these bones to stand up like an army. ഞാൻ ഒരു സൈന്യം പോലെ ഈ അസ്ഥികളെ എഴുന്നേൽപ്പിച്ച് നിർത്തുമെന്ന് ദൈവം പറഞ്ഞിരുന്നു. Turn with me to Isaiah chapter 11 verses 11 and 12. നിങ്ങൾ യെശയ്യാവ് 11 11 12 എന്നീ വാക്യങ്ങൾ വായിച്ചു നോക്കുവിൻ. The Bible says, on the day the Lord will extend his hand a second time to recover from Assyria, Egypt, Pathros, Cush, Elam, Shinar, Hamath, and the coast and islands of the west, and the remnant of his people who survive. He will lift up a banner for the nations and gather the dispersed of Israel. He will collect the scattered of Judah അന്നാളിൽ from കർത്താവ് four തന്റെ corners ജനത്തിൽ of the earth. ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ അശൂരിൽ നിന്നും മിസ്രയീമിൽ നിന്നും പത്രോസിൽ നിന്നും ക്രൂശിൽ നിന്നും ഏലാമിൽ നിന്നും ശിനാരിൽ നിന്നും ഹമാത്തിൽ നിന്നും സമുദ്രത്തിലെ ദ്വീപുകളിൽ നിന്നും വീണ്ടും കൊള്ളുവാൻ രണ്ടാം പ്രാവശ്യം കൈനീട്ടും. അവൻ ജാതികൾക്ക് ഒരു കൊടി ഉയർത്തി ഇസ്രായേലിന്റെ ഭ്രഷ്ടന്മാരെ ചേർക്കുകയും യഹൂദയുടെ ചിതറിപ്പോയവരെ ഭൂമിയുടെ 4 ദിക്കുകളിൽ നിന്ന് ഒന്നിച്ചു കൂട്ടുകയും ചെയ്യും. This is nothing short of a miracle. ഇത് സാധാരണമായ ഒരു അത്ഭുതമല്ല. From the four corners of the world, I will gather these people. ലോകത്തിന്റെ 4 ദിക്കുകളിൽ നിന്ന് ഞാൻ ഈ ജനങ്ങളെ വീണ്ടും കൂട്ടിച്ചേർക്കും. Jeremiah 16 യിരെമ്യാവ് 16 അധ്യായം verses 14 to 15. 14 മുതൽ 15 വരെ. It says, behold, the days are coming, says the Lord, when it will no longer be said, as the Lord lives, who brought up the sons of Israel out of the land of Egypt. ആ വചനം പറയുന്നു, ആകയാൽ ഇസ്രായേൽ മക്കളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന യഹോവയാണ് എന്ന് ഇനി പറയാതെ, But as the Lord lives, who brought up the sons of Israel from the land of the north and from the countries which he had banished them, for I will restore them to their own land which I gave to their ഇസ്രായേൽ fathers. മക്കളെ വടക്കേ ദേശത്ത് നിന്നും താൻ അവരെ നീക്കിക്കളഞ്ഞിരുന്ന സകല ദേശങ്ങളിൽ നിന്നും കൊണ്ടുവന്ന യഹോവയാണ് എന്ന് പറയുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തിലേക്ക് ഞാൻ അവരെ വീണ്ടും I hope കൊണ്ടുവരും. you understood this. നിങ്ങൾക്കിത് മനസ്സിലായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. For the Jewish people, if you ask them, what is the greatest miracle that happened in your history? നിങ്ങളുടെ ചരിത്രത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് നിങ്ങൾ യഹൂദന്മാരോട് They ചോദിച്ചാൽ would say, അവർ പറയും, how the Lord delivered us from Egypt മിസ്രയീമിൽ നിന്ന് ഞങ്ങളെ ദൈവം വിടുവിച്ചതാണെന്ന്. with a strong hand and outstretched arm. തന്റെ ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും. That was the big miracle. അതായിരുന്നു ഏറ്റവും വലിയ അത്ഭുതം. But the Lord said, in the last days, എന്നാൽ ദൈവം പറയുന്നു, അന്ത്യകാലത്ത് the second time, which is second time, first time is they go to Babylon as captives and God brought them ആദ്യം back. അവർ ബാബേലിലേക്ക് അടിമകളായി കൊണ്ടുപോകപ്പെട്ടു, പിന്നീട് ദൈവം അവരെ തിരികെ കൊണ്ടുവന്നു. ഇത് രണ്ടാമത്തെ But the പ്രാവശ്യമാണ്. Lord said, this time it will not be one country, it will be in all these countries in the four corners of the world. ഇത്തവണ ഒരു രാജ്യത്തിൽ നിന്നല്ല മോചനം ലഭിക്കുന്നത്, ലോകത്തിന്റെ 4 ദിക്കുകളിലുമുള്ള സകല രാജ്യങ്ങളിൽ നിന്നുമാണ് മോചനം He ലഭിക്കുന്നത്. said, after this happens, ഇത് സംഭവിച്ചതിന് ശേഷം you will think that the Egyptian deliverance was just a small thing, but this is the biggest miracle. മിസ്രയീമിൽ നിന്ന് മോചനം ലഭിച്ചത് ഒരു നിസാര കാര്യമാണ്, എന്നാൽ ഇതാണ് ഏറ്റവും മഹത്തായ അത്ഭുതമെന്ന് നിങ്ങൾ പറയും. This will be the biggest miracle. ഇതാണ് ഏറ്റവും വലിയ അത്ഭുതം. Did it happen? അത് അതുപോലെ സംഭവിച്ചില്ലേ? It happened. സംഭവിച്ചു. It is still happening. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. In the year 1900, 1900-ൽ only 40,000 Jewish people were in Palestine. പാലസ്തീനിൽ 40,000 യഹൂദന്മാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. At the end of World War II, എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തിൽ 600,000 came to Israel. 6 ലക്ഷം യഹൂദന്മാർ ഇസ്രായേലിലേക്ക് തിരിച്ചു വന്നു. In 1967, after the 6-day war, 1967-ലെ 6 ദിവസത്തെ യുദ്ധത്തിന് ശേഷം 800,000, 8 lakh Jewish people were expelled from the Arab nations and they came into Israel. 8 ലക്ഷം യഹൂദന്മാർ അറബ് രാജ്യങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അവർ എല്ലാവരും ഇസ്രായേലിലേക്ക് തിരിച്ചു വന്നു. If you read Isaiah chapter 43 verse 5 to 6, നിങ്ങൾ യെശയ്യാവ് 43 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, the Lord said, do not fear, I am with you, I will bring your offspring from the east and gather you from the west. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്, നിന്റെ സന്തതിയെ ഞാൻ കിഴക്ക് നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്ന് നിന്നെ ശേഖരിക്കുകയും ചെയ്യും. That exactly happened. അത് അപ്രകാരം തന്നെ സംഭവിച്ചു. From the east, which is the Middle East, കിഴക്ക്, അതായത് മധ്യ കിഴക്ക് നിന്ന് all the Muslim countries, എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങളും
they all chased the Jewish people and asked them to go. അവർ എല്ലാവരും യഹൂദന്മാരെ തുരത്തി ഓടിച്ചു. അവിടം വിട്ടു പോകുവാൻ അവരോട് ആവശ്യപ്പെട്ടു. From the west, the western people sent them and organized their return to Israel. എന്നാൽ പടിഞ്ഞാറുള്ള രാജ്യങ്ങൾ അവരെ പറഞ്ഞയക്കുക മാത്രമല്ല, ഇസ്രയേലിലേക്ക് പോകുന്നതിനുള്ള വഴി അവർക്ക് ഒരുക്കി കൊടുക്കുകയും ചെയ്തു. But come to verse 6. എന്നാൽ 6-ാം വാക്യം നോക്കുവിൻ. The Lord says, ദൈവം പറയുന്നു, I will say to the north, give them up, and to the south, do not hold them back. ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിക്കും. So this is not going to be an easy coming. ആകയാൽ വടക്കിൽ നിന്നും തെക്കിൽ നിന്നും വരാൻ അത്ര എളുപ്പമല്ല. They will not send them. അവർ അവരെ ഒരിക്കലും പറഞ്ഞയക്കുകയില്ല. But the Lord said, I will say, do not hold them back, send them. എന്നാൽ ദൈവം പറഞ്ഞു, ഞാൻ അവരോട് തരിക എന്നും തടുത്തു വെക്കരുതെന്നും പറയും. Did it happen? അത് സംഭവിച്ചുവോ? It happened. അത് സംഭവിച്ചു. The north is Russia, in which majority of Jewish people were scattered. വടക്ക് എന്നാൽ രക്ഷയാകുന്നു. അവിടെയാണ് ബഹുഭൂരിപക്ഷം യഹൂദന്മാരും കുടിയേറി പാർത്തത്. Now Russia was a communist country. അപ്പോൾ റഷ്യ ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായിരുന്നു. They did not send the Jews. Even they wanted to go, they will not send them. യഹൂദന്മാരെ വിട്ടയച്ചില്ല. യഹൂദന്മാർ ആവശ്യപ്പെട്ടിട്ടും അവരതിന് തയ്യാറായില്ല. What happened? എന്താണ് സംഭവിച്ചത്? In the year 1990s forwards, 1990-കൾക്ക് മുൻപ് തന്നെ the communist regime broke up. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾക്കിടയിലുള്ള ഐക്യം തകർന്ന് തരിപ്പണമായിരുന്നു. After 1990, 1990 ശേഷം Mikhail Gorbachev, who became the president of Russia, he permitted the Jews to go back. റഷ്യയുടെ പ്രസിഡന്റായി മിഖായേൽ ഗോർബച്ചേവ് അധികാരം ഏറ്റെടുത്തു. അദ്ദേഹം യഹൂദന്മാരെ പോകുവാൻ അനുവദിച്ചു. And the result was, അതിന്റെ ഫലം ഇതായിരുന്നു. 4 lakh Russian Jews returned to Israel. റഷ്യയിലെ 4 ലക്ഷം യഹൂദന്മാർ ഇസ്രായേൽ എന്ന രാജ്യത്തിലേക്ക് തിരിച്ചു വന്നു. What about the south? ഇനി തെക്കേ രാഷ്ട്രങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. There, this country of Ethiopia was there. അവിടെ എത്യോപ്യ എന്ന രാജ്യമുണ്ടായിരുന്നു. There was a huge population of Jewish people. അവിടെ ധാരാളം യഹൂദന്മാർ പാർത്തിരുന്നു. But that Ethiopian country was under military rule. They wouldn't permit them to go. എന്നാൽ എത്യോപ്യയിൽ പട്ടാള ഭരണമായിരുന്നു. അവർ യഹൂദന്മാരെ പോകാൻ അനുവദിച്ചില്ല. But the Lord had prophesied. എന്നാൽ ദൈവം പ്രവചിച്ചിട്ടുണ്ട്. To the south he said, don't hold them back. തെക്കിനോട് അവരെ തടുത്തു വെക്കരുതെന്ന് ദൈവം പറഞ്ഞിരുന്നു. This literally happened in prophecy. അക്ഷരാർത്ഥത്തിൽ ആ പ്രവചനം സംഭവിച്ചു. How it happened? എങ്ങനെയാണ് സംഭവിച്ചത്? In the year 1991, 1991 the government in Ethiopia began to crumble. എത്യോപ്യയിലെ സർക്കാർ വിഘടിക്കുവാൻ തുടങ്ങി. And the government agreed to send the Jewish people away. യഹൂദ ജനങ്ങളെ പറഞ്ഞയക്കുവാൻ സർക്കാർ സമ്മതിച്ചു. Listen, ശ്രദ്ധിക്കണം. they gave 48-hour time. അവർ 48 മണിക്കൂർ സമയം നൽകി. In 48 hours, any Jew who wants to leave Ethiopia can leave. 48 മണിക്കൂറിനുള്ളിൽ എത്യോപ്യ വിട്ടു പോകുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു യഹൂദനും എത്യോപ്യ വിട്ടു പോകാവുന്നതാണ്. It was a miracle in history. അത് ചരിത്രത്തിലെ ഒരു അത്ഭുതമായിരുന്നു. In 36 hours, 36 മണിക്കൂറിനുള്ളിൽ in 40 flights, 40 വിമാനങ്ങളിലായി 14,500 Ethiopian Jews came to Israel. എത്യോപ്യയിലെ 14,500 യഹൂദന്മാർ ഇസ്രായേലിൽ എത്തിച്ചേർന്നു. There is a world record. അത് ഒരു വേൾഡ് റെക്കോർഡാണ്. What is the world record? എന്താണ് ആ വേൾഡ് റെക്കോർഡ്? There is a plane called Boeing 747 jumbo jet. ബോയിങ് 747 ജംബോ ജെറ്റ് എന്ന ഒരു വിമാനം ഉണ്ടായിരുന്നു. That Boeing can carry 350 people maximum. ബോയിങ് വിമാനത്തിൽ പരമാവധി 350 പേർക്ക് യാത്ര ചെയ്യുവാൻ But do you സാധിക്കും. know what Israel did? എന്നാൽ ഇസ്രായേൽ എന്താണ് ചെയ്തതെന്നറിയാമോ? They removed all the seats in that aircraft. അവർ ആ വിമാനത്തിൽ ഉണ്ടായിരുന്ന എല്ലാ ഇരിപ്പിടങ്ങളെയും എടുത്തു മാറ്റി. And they emptied the entire cargo. ചരക്ക് സൂക്ഷിക്കുന്ന സ്ഥലം എല്ലാം അവർ കാലിയാക്കി. No Ethiopian should carry a suitcase. They have to come empty hands. എത്യോപ്യയിൽ നിന്ന് വരുന്നവർ ഒരു സ്യൂട്ട് കേസ് പോലും പിടിക്കുവാൻ പാടില്ല. അവർ വെറും കൈയോടെ വരണം. A plane that could carry just 350 people. വെറും 350 പേർക്ക് മാത്രം യാത്ര ചെയ്യുവാൻ സാധിക്കുന്ന ഒരു വിമാനത്തിൽ They loaded it with
1,086 passengers. അവർ 1086 യാത്രക്കാരെ കയറ്റി. The photograph you see is a real photograph. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫോട്ടോഗ്രാഫുകൾ യഥാർത്ഥമായ ഫോട്ടോഗ്രാഫുകളാണ്. 1,086. 1086 യാത്രക്കാർ ആ വിമാനത്തിൽ യാത്ര ചെയ്തു. 36 hours, around 15,000 people were transported to Israel. 36 മണിക്കൂറിനുള്ളിൽ ഏകദേശം 15,000 ജനങ്ങൾ ഇസ്രായേലിലേക്ക് യാത്ര ചെയ്തു, അവിടെ എത്തിച്ചേർന്നു. Now there is a prophecy here again. ഇവിടെ വീണ്ടും ഒരു പ്രവചനമുണ്ട്. Now turn to Jeremiah 31:8. ഇപ്പോൾ ഇരെമ്യാവ് 31:8 വാക്യം വായിച്ചു നോക്കുവിൻ. Behold, I am bringing them from the north country. I will gather them from the remote parts of the earth. Among them, the blind, the lame, the women with child, and she who is in labor with child. Together, a great company will return. ഞാൻ അവരെ വടക്ക് ദേശത്ത് നിന്ന് വരുത്തുകയും ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് അവരെയും അവരോടുകൂടെ കുരുടനെയും മുടന്തനെയും ഗർഭിണിയെയും നോവ് കിട്ടിയവളെയും എല്ലാം ശേഖരിക്കുകയും ചെയ്യും. അങ്ങനെ വലിയൊരു സംഘം ഇവിടേക്ക് മടങ്ങി വരും. It happened literally. നമ്മളിത് സാധാരണമായ രീതിയിൽ വായിക്കുന്നു, എന്നാൽ അക്ഷരാർത്ഥത്തിൽ ഇത് സംഭവിച്ചു. Who will come? ആരെല്ലാം വരും? The Lord said, in great number they will come. ദൈവം പറയുന്നു, വലിയ കൂട്ടമായി അവർ വരുമെന്ന്. Blind will be there, lame will be there, the pregnant women will be there, and people who are undergoing labor pain, they will also be coming. അവരോടൊപ്പം കുരുടന്മാരും മുടന്തന്മാരും ഗർഭിണികളും നോവ് കിട്ടിയവരും ഉണ്ടായിരിക്കുമെന്ന് ദൈവം പറയുന്നു. Did it happen? അത് അപ്രകാരം സംഭവിച്ചുവോ? Let me give you history. ഞാൻ ചരിത്രത്തിൽ നിന്ന് നിങ്ങളോട് പറയട്ടെ. Put that photograph again. ആ ഫോട്ടോഗ്രാഫ് വീണ്ടും ഇടുവിൻ. That aircraft left Ethiopia with 1,086 passengers. 1086 യാത്രക്കാരോടുകൂടി എത്യോപ്യയിൽ നിന്ന് പുറപ്പെട്ട ആ വിമാനത്തിൽ When it landed in Israel, അത് ഇസ്രായേലിൽ ഇറങ്ങിയപ്പോൾ there were 1,088 passengers. എത്യോപ്യയിൽ നിന്ന് പുറപ്പെട്ട ആ വിമാനത്തിൽ 1088 യാത്രക്കാർ ഉണ്ടായിരുന്നു. Why? എന്തുകൊണ്ട്? On flight, ആ യാത്രക്കിടയിൽ വെച്ച് തന്നെ 2 children were born. 2 കുഞ്ഞുങ്ങൾ ജനിച്ചു. ആണ്ടർ சொன்ன தீர்க்கதரிசனம் நடந்துச்சா இல்லையா? ദൈവത്തിന്റെ പ്രവചനം ഫലിച്ചുവോ ഇല്ലയോ? The way the Lord fulfilled his promises word by word. ദൈവം തന്റെ പ്രവചനങ്ങളിൽ പറഞ്ഞ ഓരോരോ കാര്യങ്ങളും വ്യക്തമായി പൂർത്തീകരിക്കുന്നു. The first sign is the re-establishment of the state of Israel. ആദ്യത്തെ അടയാളം ഇസ്രായേൽ രാജ്യത്തിന്റെ പുനഃസ്ഥാപനമായിരുന്നു. Second sign, regathering of all the Jewish people back to that land. രണ്ടാമത്തെ അടയാളം എല്ലാ യഹൂദന്മാരെയും ഇസ്രായേലിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതായിരുന്നു. Listen, ശ്രദ്ധിക്കുവിൻ. in the Holocaust of Hitler, 6 million Jewish people were massacred. ഹിറ്റ്ലറുടെ ഭരണകാലത്ത് ഏകദേശം 6 ലക്ഷം യഹൂദന്മാർ കൊല്ലപ്പെട്ടു. But today, എന്നാൽ ഇന്ന് the population of Israeli Jews in Israel alone is more than 7 million. ഇസ്രായേലിൽ മാത്രമുള്ള ഇസ്രായേൽ യഹൂദന്മാരുടെ ജനസംഖ്യ 7 ദശലക്ഷത്തിനും മുകളിലാണ്. In Ezekiel's vision, the Lord said, will these bones live? യെഹെസ്കേലിന്റെ പ്രവചനത്തിൽ ദൈവം ചോദിച്ചു, ഈ അസ്ഥികൾക്ക് ജീവൻ വെക്കുമോ? The hand was here, the leg was there, the head was there, every part of the body, every bone was scattered. കാൽ ഇവിടെയാണ്, കൈ അവിടെയാണ്, ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ചിതറിക്കപ്പെട്ടിരുന്നു. People were scattered all around the world. ജനങ്ങൾ ലോകമെമ്പാടും ചിതറിക്കപ്പെട്ടിരുന്നു. But today they have come together as a great nation. എന്നാൽ ഇന്നവർ ഒരു വലിയ രാഷ്ട്രമായി ഒത്തൊരുമിച്ച് ചേർന്നിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. This is a sign. ഇത് ഒരു അടയാളമാണ്. The fig tree is blossoming. അത്തിവൃക്ഷം വീണ്ടും തളിർക്കുകയാണ്. Jesus is coming soon. യേശു വേഗത്തിൽ വരുന്നു. Hallelujah. ഹല്ലേലൂയ. Third sign in Israel. ഇസ്രായേലിലെ മൂന്നാമത്തെ അടയാളം. Luke 21:24. ലൂക്കോസിന്റെ സുവിശേഷം 21:24 വാക്യത്തിൽ Jesus said, the Jewish people will fall by the edge of the sword, and they will be led captive into all nations, and Jerusalem will be trampled underfoot by the Gentiles until the time of the Gentiles be fulfilled. ലൂക്കോസിന്റെ സുവിശേഷം 21:24 വാക്യത്തിൽ യേശു പറഞ്ഞു, അവർ യഹൂദന്മാർ വാളിന്റെ വായ്ത്തലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോകുകയും ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരൂശലേം ചവിട്ടിക്കളയുകയും ചെയ്യും. Jerusalem
will be trampled by the Gentiles. ജാതികളാൽ യെരൂശലേം പട്ടണം ചവിട്ടി മെതിക്കപ്പെടും. The third sign, മൂന്നാമത്തെ അടയാളം the reoccupation of Jerusalem. യെരൂശലേമിന്റെ പുനരധിവാസമാണ് മൂന്നാമത്തെ അടയാളം. In the year AD 70, AD 70 വർഷത്തിൽ, just as Jesus prophesied, the Gentiles besieged Jerusalem, destroyed it. യേശു പ്രവചിച്ചതുപോലെ തന്നെ ജാതികൾ യെരൂശലേമിനെ ഉപരോധിച്ചു, കീഴടക്കി ആ പട്ടണത്തെ നശിപ്പിച്ചു. The temple was burned to the ground. യെരൂശലേമിലെ ദൈവാലയം അവർ കത്തിച്ചു കളഞ്ഞു. When they burned the temple, അവർ യെരൂശലേമിലെ ദൈവാലയത്തെ അഗ്നിക്കിരയാക്കിയപ്പോൾ inside the temple was golden sheets that was used to decorate that temple. ആ ദൈവാലയത്തിനുള്ളിൽ ദൈവാലയത്തെ അലങ്കരിക്കുന്നതിനുള്ള സ്വർണ്ണ പാളികൾ ഉണ്ടായിരുന്നു. When they burnt that, അവർ അതെല്ലാം അഗ്നിക്കിരയാക്കിയപ്പോൾ all the gold began to melt. ആ സ്വർണമെല്ലാം ഉരുകുവാൻ തുടങ്ങി. And the gold began to go and enter into the crevices between the stones. പിന്നീട് ഉരുകിയ സ്വർണം കല്ലുകൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ ആരംഭിച്ചു. And the emperor wanted this gold. ആ സ്വർണമെല്ലാം ചക്രവർത്തി സ്വന്തമാക്കുവാൻ ആഗ്രഹിച്ചു. Therefore, ആയതുകൊണ്ട് he removed one stone upon other. അദ്ദേഹം ഒന്നൊന്നായി ഓരോരോ കല്ലുകൾ എടുത്തു മാറ്റുവാൻ തുടങ്ങി. അങ്ങനെ സ്വർണം ശേഖരിക്കുവാൻ ആരംഭിച്ചു. Jesus said, not one stone upon another will be left. യേശു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, കല്ല് കല്ലിന്മേൽ ശേഷിക്കാതെ എല്ലാം തകർന്നു പോകുമെന്ന്. Every stone was separated. എല്ലാ കല്ലുകളും ഒന്നൊന്നായി പിഴുതെടുക്കപ്പെട്ടു. Jerusalem was left desolate. യെരൂശലേം തികച്ചും വിജനമായ ഒരു നാടായി തീർന്നു. The Jews could never claim it. യഹൂദന്മാർക്ക് ഒരിക്കലും യെരൂശലേമിന് വേണ്ടി അവകാശവാദം ഉയർത്തുവാൻ കഴിഞ്ഞില്ല. Even after declaring Israel as a country in 1948, they could not go into Jerusalem because it was under Jordan. 1948 ഇസ്രായേൽ വീണ്ടും ഒരു രാജ്യമായി തീർന്നിട്ടും അവർക്ക് യെരൂശലേമിലേക്ക് പോകുവാൻ കഴിഞ്ഞില്ല. കാരണം യെരൂശലേം യോർദാന്റെ അധീനതയിലായിരുന്നു. It was under foreign occupation for 1897 years. 1897 വർഷം യെരൂശലേം ജാതികളുടെ അധീനതയിലായിരുന്നു. But in the year 1967, എന്നാൽ 1967 there was a 6-day war. അന്ന് 6 ദിവസത്തെ ഒരു യുദ്ധം നടന്നു. All the Muslim nations gathered as one army and they wanted to destroy Israel. എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങളും ഒന്നു ചേർന്ന് ഒരു സൈന്യമായി ഇസ്രായേലിനെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചു. And the Lord gave victory to Israel as a single nation. It defeated all the armies. ദൈവം ഇസ്രായേലിന് വിജയം നൽകി. ഇസ്രായേൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് സകല രാജ്യങ്ങളെയും തോൽപ്പിച്ചു. And as a result, അതിന്റെ ഫലമായി they captured Jerusalem. അവർ യെരൂശലേം പട്ടണം വീണ്ടും പിടിച്ചടക്കി. If you look at this photograph, നിങ്ങൾ ഈ ഫോട്ടോഗ്രാഫിലേക്ക് നോക്കുകയാണെങ്കിൽ this is Jerusalem's western wall. ഇത് യെരൂശലേമിന്റെ വെസ്റ്റേൺ വാളാണ്, അതായത് പടിഞ്ഞാറേ മതിൽ. It's called the Wailing Wall. ഇത് വിലാപ മതിൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. This is what you see in the photographs of Jerusalem. This is the photograph that was taken immediately after the Israelite soldiers captured Jerusalem in 1967. 1967 ഇസ്രായേൽ സൈന്യം യെരൂശലേമിനെ പിടിച്ചടക്കിയ ഉടനെ എടുക്കപ്പെട്ട ഒരു ഫോട്ടോഗ്രാഫാണിത്. This was not even thought unprecedented capture of their old city. ഇതവർ തീരുമാനിച്ചതുപോലെ പിടിച്ചടക്കിയ പട്ടണമല്ല, അപ്രതീക്ഷിതമായിട്ടാണ് അവർ ഈ പട്ടണം പിടിച്ചടക്കിയത്. The Lord said there will be a time of Gentiles, but when the time of Gentiles is over, Jerusalem will come back to Israel. കർത്താവ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ജാതികൾ യെരൂശലേമിനെ പിടിച്ചടക്കി കുറച്ചുകാലം ഭരിക്കും. അവരുടെ കാലം കഴിഞ്ഞ ശേഷം യെരൂശലേം വീണ്ടും ഇസ്രായേലിൽ തന്നെ ചേരും. Today Jerusalem is not totally under Israelite control. ഇന്ന് യെരൂശലേം പൂർണ്ണമായും ഇസ്രായേലിന്റെ നിയന്ത്രണത്തിൽ അല്ല. But most of it they are having it. യെരൂശലേമിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഇസ്രായേലിന് കീഴിലാണ്. Something happened 2 years ago, very recently. 2 വർഷങ്ങൾക്ക് മുൻപ് വളരെ പ്രധാനപ്പെട്ട എന്തോ ഒന്ന് സംഭവിച്ചു. In 2017, December 6, 2017 ഡിസംബർ മാസം 6-ാം തീയതി Donald Trump, the president of America, the present president, he declared that he's going to shift the embassy of America from Tel Aviv to Jerusalem. ഇപ്പോഴത്തെ അമേരിക്കയുടെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് തങ്ങളുടെ എംബസി ടെൽ അവീവിൽ നിന്ന് യെരൂശലേമിലേക്ക് മാറ്റുകയാണെന്ന് പ്രസ്താവിച്ചു. And he has done it. അദ്ദേഹം അപ്രകാരം ചെയ്യുകയും ചെയ്തു. The whole world is against it. ലോകം മുഴുവൻ അതിനെതിരായിരുന്നു. But this one man
He's so adamant. He says that will be the place America will have its embassy. എന്നാൽ ഈ പ്രസിഡന്റ് ഒന്നിനും വഴങ്ങിയില്ല. അദ്ദേഹം പറഞ്ഞു അമേരിക്കയുടെ എംബസി ഇനി അവിടെ തന്നെ സ്ഥിതി ചെയ്യുമെന്ന്. In a way, he's saying that is the eternal capital of Israel. അതായിരിക്കും ഇസ്രായേലിന്റെ നിത്യമായ തലസ്ഥാനം എന്ന രീതിയിലാണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത്. This is actually a fulfillment of Bible prophecy. യഥാർത്ഥത്തിൽ ഒരു വേദപുസ്തക പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് ഇത്. This is the third sign of Israel. ഇതാണ് ഇസ്രായേലിൽ സംഭവിച്ച മൂന്നാമത്തെ അടയാളം. When you see the return of Jerusalem back to Israel's hands, it says the fig tree is blossoming. യെരുശലേം വീണ്ടും ഇസ്രായേലിന്റെ കൈകളിലേക്ക് മടങ്ങി വരുന്നത് നിങ്ങൾ കാണുമ്പോൾ അത്തിവൃക്ഷം തളിർക്കുന്നു എന്നത് അതാണ്. Fourth sign. നാലാമത്തെ അടയാളം Reclamation of the land of Israel. ഇസ്രായേൽ ദേശത്തിന്റെ വീണ്ടെടുക്കൽ, അതാണ് നാലാമത്തെ അടയാളം. Isaiah 35 verse 1 and 2. യെശയ്യാവ് 35 1, 2 എന്നീ വാക്യങ്ങൾ. The wilderness and the dry land will be glad. The desert will rejoice and bloom like a rose. It will blossom abundantly and will also rejoice with joy and singing. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും. നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. Come to Ezekiel 36. യെഹെസ്കേൽ 36 അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. If you come to verse 34, നിങ്ങൾ 34 വാക്യം വായിച്ചു നോക്കുകയാണെങ്കിൽ it says, all the desolate places shall be tilled, whereas it lay desolate in the sight of all that passed by. നിങ്ങൾ 34 വാക്യം വായിച്ചു നോക്കുകയാണെങ്കിൽ ആ വാക്യം പറയുന്നു, വഴി പോകുന്ന ഏവരുടെയും കാഴ്ചയ്ക്ക് ശൂന്യമായി കിടന്നിരുന്ന പ്രദേശത്ത് കൃഷി നടക്കും. And in verse 35, 35 വാക്യം, this desolate land will become like the Garden of Eden. ഈ ശൂന്യമായി കിടന്നിരുന്ന ദേശം ഏദൻ തോട്ടം പോലെ ആയിത്തീരും. Listen, ശ്രദ്ധിക്കുവിൻ. the reclamation of the land of Israel is the fourth sign of the nation of Israel, or the budding fig tree. അത്തിവൃക്ഷം തളിർക്കുന്നു എന്നത് ഇസ്രായേൽ ദേശം വീണ്ടും സമ്പൽ സമൃദ്ധി പ്രാപിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. Look at that photograph. നിങ്ങൾ ആ ഫോട്ടോഗ്രാഫ് നോക്കുവിൻ. The first photograph is the state of Israel 100 years ago. ഒന്നാമത്തെ ഫോട്ടോഗ്രാഫിൽ നിങ്ങൾ കാണുന്നത് 100 വർഷം മുൻപുള്ള ഇസ്രായേൽ രാജ്യമാണ്. But the next photograph is the photograph of today. എന്നാൽ അടുത്ത ഫോട്ടോഗ്രാഫിൽ നിങ്ങൾ കാണുന്നത് ഇന്നത്തെ ഇസ്രായേലാണ്. Now if you go to Israel, ഇന്ന് നിങ്ങൾ ഇസ്രായേലിലേക്ക് പോകുകയാണെങ്കിൽ you cross via Jordan. നിങ്ങൾ യോർദാൻ വഴിയാണ് കടന്നു പോകുന്നത്. Until Jordan, you see the land totally dry. യോർദാൻ വരെയുള്ള ദേശം മുഴുവൻ വരണ്ടുപോയ ദേശമാണ്. Everywhere it is sand and dry. എല്ലായിടത്തും നിങ്ങൾ വരണ്ട മരുഭൂമി പോലെയുള്ള സ്ഥലങ്ങളാണ് കാണുന്നത്. But the moment you enter Israel, എന്നാൽ നിങ്ങൾ ഇസ്രായേൽ ദേശത്തിലേക്ക് പ്രവേശിച്ച ഉടനെ you'll be surprised. Everywhere it will be green. നിങ്ങൾ അത്ഭുതപ്പെടും. നിങ്ങൾ എങ്ങോട്ട് നോക്കിയാലും അവിടെയെല്ലാം പച്ചയായിരിക്കും. If you take a flight from Qatar, നിങ്ങൾ ഖത്തറിൽ നിന്ന് വിമാനത്തിൽ പോകുകയാണെങ്കിൽ from the air, if you look down, നിങ്ങൾ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ all you can see is brown sand. നീണ്ടു നിവർന്നു കിടക്കുന്ന മരുഭൂമി മാത്രമാണ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത്. You cannot see one tree, nothing. നിങ്ങൾക്കൊരു മരം പോലും കാണുവാൻ കഴിയില്ല. But you come into Israel, എന്നാൽ നിങ്ങൾ ഇസ്രായേലിലേക്ക് വരുമ്പോൾ you will forget that it is a desert. അത് ഒരു മരുഭൂമിയാണെന്ന കാര്യം നിങ്ങൾ മറന്നുപോകും. Why? എന്തുകൊണ്ട്? The Lord said, ദൈവം പറഞ്ഞു, a desert will be tilled and it will bear forth fruit and flowers and it will become like the Garden of Eden. ദൈവം പറഞ്ഞു, മരുഭൂമി മനോഹരമായി പൂക്കും, അത് സമ്പൽ സമൃദ്ധി പ്രാപിക്കും, ഏദൻ തോട്ടം പോലെ ആയിത്തീരുമെന്ന്. Do you know today Israel, that was supposed to be a dry land all these years, these days in the last 40 years has become the greatest exporter of fruits and vegetables throughout the world. നിങ്ങൾക്കറിയാമോ, ഒരുപാട് കാലം ഒരു മരുഭൂമിയായിരുന്ന ഇസ്രായേൽ കഴിഞ്ഞ 40 വർഷങ്ങളിൽ സമ്പൽ സമൃദ്ധി പ്രാപിച്ചു. ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം പഴവർഗ്ഗങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ഇസ്രായേൽ. Do you know today Israel is the leading exporter of flowers to the world? ഇന്ന് ഇസ്രായേലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പുഷ്പങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യം. Look at that photograph.
ആ ഫോട്ടോഗ്രാഫ് നോക്കുവിൻ. This is how Israel looks. It's a real photograph. ഇന്ന് ഇസ്രായേൽ ഇതുപോലെയാണ്. ഇതൊരു യഥാർത്ഥ ഫോട്ടോഗ്രാഫാണ്. I can show you hundreds and hundreds and hundreds of photos. ഇതുപോലെ നൂറുകണക്കിന് ഫോട്ടോകൾ നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ എനിക്ക് This കഴിയും. is in the desert. സത്യത്തിൽ ഇതെല്ലാം ഒരു മരുഭൂമിയിലാണ് സംഭവിച്ചിരിക്കുന്നത്. This transformation began few years ago by a man who invented the drip irrigation. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന ഒരു പദ്ധതി ഒരു മനുഷ്യൻ ആസൂത്രണം ചെയ്തതോടുകൂടിയാണ് ഈ മാറ്റങ്ങളെല്ലാം സംഭവിച്ചത്. If you look at that photograph, നിങ്ങൾ ആ ഫോട്ടോഗ്രാഫുകൾ നോക്കുകയാണെങ്കിൽ you see that there's a small pipe and small drops of water is used to grow the plants. ചെടികൾ നട്ടുവളർത്തുവാൻ ഒരു ചെറിയ പൈപ്പും ആ പൈപ്പിലൂടെ ഇറ്റിറ്റു വീഴുന്ന ജലവുമാണ് ഉപയോഗിക്കുന്നത്. This was invented by an Israeli. ഒരു ഇസ്രായേൽക്കാരനാണ് ഇത് കണ്ടുപിടിച്ചത്. How did they find out? എങ്ങനെയാണ് ഇതവർ കണ്ടുപിടിച്ചത്? Very interesting find. ഇത് രസകരമായ ഒരു It കണ്ടുപിടുത്തമാണ്. seems there is this scientist, a retired man, who is traveling to his friend's home in the desert. ജോലിയിൽ നിന്ന് വിരമിച്ച ഒരു ശാസ്ത്രജ്ഞൻ മരുഭൂമിയിലുള്ള തന്റെ സ്നേഹിതന്റെ വീട്ടിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. When he goes to his house, അദ്ദേഹം തന്റെ സ്നേഹിതന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ it's completely desert, ആ സ്ഥലം മരുഭൂമിയായിരുന്നു. no trees, ഒരു മരം പോലും ഉണ്ടായിരുന്നില്ല. but there is only one tree by his house that is so fresh and so healthy and full of leaves. എന്നാൽ അദ്ദേഹത്തിന്റെ സ്നേഹിതന്റെ വീടിനരികിലുണ്ടായിരുന്ന ഒരേ ഒരു മരം അത് വളരെയധികം തഴച്ച് വളർന്നിരുന്നു. He went and asked him, how come you have such a big tree in the desert? അദ്ദേഹം തന്റെ സ്നേഹിതനോട് ചോദിച്ചു, എങ്ങനെയാണ് ഇത്രയും വലിയൊരു മരം ഇവിടെ നട്ടു വളർത്തുവാൻ കഴിഞ്ഞത്? The man said, it is like a miracle tree. I don't know how it is growing, but it is growing. ആ സ്നേഹിതൻ പറഞ്ഞു, ഇതൊരു അത്ഭുത മരമാണ്, അതെങ്ങനെയാണ് വളരുന്നതെന്ന് എനിക്കറിയില്ല, എന്നാൽ വളരുന്നു. This man was not quiet. He went back and he brought his equipments. ഈ മനുഷ്യൻ അത് കേട്ടപ്പോൾ വെറുതെ ഇരുന്നില്ല. അദ്ദേഹം പോയി തന്റെ ഉപകരണങ്ങൾ He കൊണ്ടുവന്നു. began to dig around the tree. പിന്നീട് അദ്ദേഹം ആ മരത്തിന് ചുറ്റും കുഴിക്കുവാൻ തുടങ്ങി. Oh, he dug it out. അദ്ദേഹം ആ മരത്തിന് ചുറ്റും കുഴിച്ചു. And then he found out something. അവസാനം എന്തോ ഒന്ന് കണ്ടുപിടിച്ചു. There was a pipeline that was going from Jordan River to Israel, water line. യോർദാൻ നദിയിൽ നിന്ന് ഇസ്രായേലിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ഒരു പൈപ്പ് ലൈൻ അവിടെ ഉണ്ടായിരുന്നു. It is going by the side of the tree. അത് ആ മരത്തിനരികിലൂടെയാണ് കടന്നു പോയിരുന്നത്. Exactly at the root of the tree, തഴച്ചു വളർന്നുകൊണ്ടിരുന്ന ആ മരത്തിന്റെ വേരിനരികിൽ തന്നെ there is a small leak in that pipe. ആ പൈപ്പിൽ ചെറിയൊരു ലീക്ക് ഉണ്ടായിരുന്നു. Drop by drop water is falling on the root. ആ പൈപ്പിലുള്ള സുഷിരത്തിലൂടെ തുള്ളി തുള്ളിയായി ആ വേരിന്റെ മേൽ വെള്ളം വന്ന് പതിച്ചിരുന്നു. This man was surprised. അത് കണ്ടപ്പോൾ ആ മനുഷ്യൻ അത്ഭുതപ്പെട്ടു. We have thought about irrigation in big pipes and huge canals and all, but one small drop by drop, huge trees growing. വലിയ പൈപ്പുകളിലൂടെ കനാലുകളിലൂടെ വെള്ളം ഒഴുക്കിവിട്ട് ചെടികൾക്ക് ആവശ്യമായ വെള്ളം നൽകുന്നതിനെയാണ് നമ്മൾ ജലസേചനം എന്ന് വിളിക്കുന്നത്. എന്നാൽ ഇവിടെ തുള്ളി തുള്ളിയായിട്ടാണ് വെള്ളം ലഭിക്കുന്നത്, എന്നിട്ടും മരം വളരുന്നു. He went back and he invented drip irrigation. അദ്ദേഹം തിരിച്ചുപോയി പിന്നീട് ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന പദ്ധതി കണ്ടുപിടിച്ചു. A desert land turned into the Garden of Eden. അങ്ങനെ ഒരു മരുഭൂമി ഏദൻ തോട്ടമായി തീർന്നു. Hallelujah. ഹല്ലേലൂയ. The fourth sign evident in Israel. ഇസ്രായേലിൽ പ്രത്യക്ഷമായിരിക്കുന്ന നാലാമത്തെ അടയാളം, Sign number 5. അഞ്ചാമത്തെ അടയാളം, Zephaniah 3:9. സെഫനിയാവ് 3:9. For I will then restore pure speech to the peoples, so that all of them may call on my name and serve him with single purpose. അപ്പോൾ സകല ജാതികളും യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് ഏക മനസ്സോടെ അവനെ സേവിക്കേണ്ടതിനെ ഞാൻ അവർക്ക് നിർമ്മലമായുള്ള അധരങ്ങളെ വരുത്തും. Sign number 5. അഞ്ചാമത്തെ അടയാളം, Revival of biblical Hebrew language. വേദപുസ്തക സംബന്ധിയായ എബ്രായ ഭാഷയുടെ പുനർജീവനം. The Lord prophesied ദൈവം പ്രവചിച്ചു, for all of them to call my name and serve me with a single purpose. അവർ എല്ലാവരും എന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് ഏക മനസ്സോടെ എന്നെ സേവിക്കേണ്ടതിന് For that I will restore pure speech to the people. ഞാൻ ജനങ്ങൾക്ക് നിർമ്മലമായുള്ള അധരങ്ങളെ വരുത്തും. Listen, ശ്രദ്ധിക്കുവിൻ. when the Jewish people were scattered around the world, യഹൂദന്മാർ ലോകമെമ്പാടും ചിതറിക്കപ്പെട്ടപ്പോൾ the one thing they lost was their language. അവർക്ക് നഷ്ടപ്പെട്ട ഒരു കാര്യം അവരുടെ ഭാഷയായിരുന്നു. അവർ സ്വന്തം ഭാഷ മറന്നുപോയിരുന്നു. They stopped using that language, Hebrew.
അവർ എബ്രായ ഭാഷ ഉപയോഗിക്കുന്നത് നിർത്തി. That is why in the day of Pentecost, അതുകൊണ്ടാണ് പെന്തക്കോസ്ത് ദിനത്തിൽ the Jewish people who came from all the countries, എല്ലാ രാജ്യങ്ങളിൽ നിന്നും വന്നിരുന്ന യഹൂദന്മാർ, when they heard these believers speaking in tongues, ഈ വിശ്വാസികൾ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് അവർ they കേട്ടപ്പോൾ said, we are hearing them speaking in our language. അവർ പറഞ്ഞു, അവർ നമ്മുടെ ഭാഷകളിൽ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നുവല്ലോ. What is that? എന്താണത്? They were all Jewish people, അവർ but they were യഹൂദന്മാരായിരുന്നു. all scattered. അവർ ചിതറി Their പാർക്കുന്നവരായിരുന്നു. language of Hebrew was lost. അവരുടെ സ്വന്തം ഭാഷയായിരുന്ന എബ്രായ ഭാഷ അവർ മറന്നുപോയിരുന്നു. So they began to learn the languages wherever they were scattered. ആകയാൽ അവർ ഏതെല്ലാം രാജ്യങ്ങളിൽ ചിതറി പാർത്തുവോ അവിടുത്തെ ഭാഷകൾ പഠിക്കുവാൻ തുടങ്ങി. People who went to Germany, they mixed German and Hebrew and invented a language called Yiddish. ജർമ്മനിയിൽ കുടിയേറി പാർത്ത യഹൂദന്മാർ എബ്രായ ഭാഷയും ജർമ്മൻ ഭാഷയും പരസ്പരം കലർത്തി അവർ ഇഡിഷ് എന്ന ഒരു ഭാഷ കണ്ടുപിടിച്ചു. The Jewish people who migrated to Mediterranean, they created a language called Ladino. മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിൽ കുടിയേറി പാർത്ത യഹൂദന്മാർ ലാഡിനോ എന്ന പുതിയ ഭാഷയ്ക്ക് രൂപം നൽകി. It was a mix of Hebrew and Spanish. അത് എബ്രായ ഭാഷയും സ്പാനിഷ് ഭാഷയും കലർന്നതായിരുന്നു. But the Lord had prophesied, എന്നാൽ ദൈവം പ്രവചിച്ചിരുന്നു, in the last days, അന്ത്യകാലത്ത് I will cleanse their tongue. ഞാൻ അവരുടെ അധരങ്ങളെ നിർമ്മലീകരിക്കും. I will restore pure speech. ഞാൻ അവർക്ക് നിർമ്മലമായ അധരങ്ങളെ മടക്കി നൽകും. Very recently, ഈയിടെ about say 80 years ago, ഏകദേശം 8 വർഷങ്ങൾക്ക് മുൻപ് there was a Jewish man who was living in Russia. റഷ്യയിൽ ജീവിച്ചിരുന്ന ഒരു യഹൂദനായ മനുഷ്യൻ, He got inspired to go back to the roots of the Hebrew language. അദ്ദേഹം എബ്രായ ഭാഷയുടെ വേരുകൾ തേടി ഒരു യാത്ര ആരംഭിച്ചു. അതിന് അദ്ദേഹം പ്രചോദിപ്പിക്കപ്പെട്ടു. He began to learn it. അദ്ദേഹം അത് പഠിക്കുവാൻ തുടങ്ങി. He taught it to his wife and his children. അദ്ദേഹം തന്റെ ഭാര്യയ്ക്കും മക്കൾക്കും അത് പഠിപ്പിച്ചു കൊടുത്തു. And he made a strict rule that inside the house they should not speak any other language but Hebrew. വീടിന്റെ ഉള്ളിൽ അവർ മറ്റൊരു ഭാഷയും സംസാരിക്കരുത്, എബ്രായ ഭാഷ മാത്രമേ സംസാരിക്കുവാൻ പാടുള്ളൂ എന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചു. He came to Israel. അദ്ദേഹം ഇസ്രായേലിലേക്ക് He വന്നു. began to teach Hebrew to the people. അദ്ദേഹം ജനങ്ങളെ എബ്രായ ഭാഷ പഠിപ്പിക്കുവാൻ തുടങ്ങി. People did not have hope on him. അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ ജനങ്ങൾക്ക് യാതൊരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല. Why are you teaching that old language? എന്തിനാണ് അദ്ദേഹം ഈ പഴയ ഭാഷ ഞങ്ങളെ പഠിപ്പിക്കുന്നത്? But he was so adamant. എന്നാൽ അദ്ദേഹത്തിന് ആ കാര്യത്തിൽ And he പിടിവാശിയുണ്ടായിരുന്നു. began to write a dictionary in Hebrew. അദ്ദേഹം എബ്രായ ഭാഷയിൽ ഒരു നിഘണ്ടു എഴുതുവാൻ തുടങ്ങി. Very soon, എത്രയും വേഗത്തിൽ, in the last 40 years, കഴിഞ്ഞ 40 വർഷത്തിൽ a language that was forgotten for 2000 years 2000 വർഷമായി യഹൂദന്മാർ മറന്നിരുന്ന ആ ഭാഷ has become the official national language of Israel. ഇസ്രായേലിന്റെ ഔദ്യോഗിക ദേശീയ ഭാഷയായി തീർന്നു. Hallelujah. ഹല്ലേലൂയ. They did not use that language for 2000 years. 2000 വർഷങ്ങൾ അവർ ആ ഭാഷ ഉപയോഗിച്ചില്ല. It was mixed with other things and they did not know real Hebrew. അത് മറ്റു ഭാഷകളുമായി കലർന്നിരുന്നു. അവർക്ക് യഥാർത്ഥ എബ്രായ ഭാഷ അറിയില്ലായിരുന്നു. But today if you go to Israel, എന്നാൽ ഇന്ന് നിങ്ങൾ ഇസ്രായേലിൽ in പോകുകയാണെങ്കിൽ all the signboards, എല്ലാ സൈൻ ബോർഡുകളിലും you will see 3 languages. നിങ്ങൾ 3 ഭാഷകൾ കാണും. First one Hebrew, ഒന്നാമത്തെ ഭാഷ എബ്രായ ഭാഷയാണ്. second one Arabic, രണ്ടാമത്തെ ഭാഷ അറബിക്, third is English. മൂന്നാമത്തെ ഭാഷ ഇംഗ്ലീഷ്. And all the Jewish children, they know Hebrew. എല്ലാ യഹൂദ ബാലികാ ബാലന്മാർക്കും എബ്രായ ഭാഷ അറിയാം. Do you know what Hebrew? ഏത് എബ്രായ ഭാഷയാണെന്ന് അറിയുമോ? The Hebrew that Moses used 4000 years ago. 4000 വർഷങ്ങൾക്ക് മുൻപ് മോശ ഉപയോഗിച്ചിരുന്ന അതേ എബ്രായ ഭാഷ ഇന്ന് എല്ലാ യഹൂദ ബാലികാ ബാലന്മാർക്കും അറിയാം. If you look at our own Tamil Bible, നിങ്ങൾ നമ്മുടെ സ്വന്തം തമിഴ് ബൈബിൾ പരിശോധിക്കുകയാണെങ്കിൽ the Bible that Ziegenbalg translated about 100 years ago is a different Tamil. You cannot read that. 100 വർഷങ്ങൾക്ക് മുൻപ് സീഗൻ ബോൾ വിവർത്തനം ചെയ്ത തമിഴ് നിങ്ങൾക്ക് വായിക്കുവാൻ പോലും കഴിയില്ല. If you read that, you cannot read. നിങ്ങൾക്കത് വായിക്കുവാൻ സാധിക്കുകയില്ല. But if you go to Hebrew, എന്നാൽ എബ്രായ ഭാഷയുടെ a കാര്യത്തിൽ small Israeli child, a Jewish child, can read the text of Moses as it was written 4000 years ago. ഇസ്രായേലിലെ ഒരു കൊച്ചു യഹൂദ ബാലനെ 4000 വർഷങ്ങൾക്ക് മുൻപ് മോശ രചിച്ച ആ വേദഭാഗങ്ങൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും. This is nothing but a miracle. ഇത് ഒരു അത്ഭുതം തന്നെയാണ്. Hallelujah. ഹല്ലേലൂയ. The revival of biblical Hebrew. വേദപുസ്തക സംബന്ധിയായ എബ്രായ ഭാഷയുടെ പുനർജനനം.
The fifth sign of Israel. ഇസ്രായേലിലെ അഞ്ചാമത്തെ അടയാളം ഇതാണ്. Number 6. ആറാമത്തെ അടയാളം. The sixth sign is the resurgence of the Israeli military. ഇസ്രായേൽ സൈന്യത്തിന്റെ പുനരുദ്ധാനമാണ്, ഉയർത്തെഴുന്നേൽപ്പാണ് ആറാമത്തെ അടയാളം. Zechariah 12:6. സെക്കരിയാവ് 12:6 വായിച്ചു നോക്കുവിൻ. On the day I will make the leaders of Judah like a fire pot in a wood pile, like a flaming torch among sheaves. They will consume all the people around them on the right and the left, while Jerusalem continues to be inhabited on its site in Jerusalem. അന്നാളിൽ ഞാൻ യഹൂദ മേധാവികളെ വിറകിന്റെ ഇടയിൽ തീച്ചട്ടി പോലെയും കറ്റയുടെ ഇടയിൽ തീപ്പന്തം പോലെയും ആക്കും. അവർ വലതുഭാഗത്തും ഇടതുഭാഗത്തും ചുറ്റുമുള്ള സകല ജാതികളെയും തിന്നുകളയും. യെരുശലേമിന് സ്വസ്ഥാനത്ത് യെരുശലേമിൽ തന്നെ വീണ്ടും നിവാസികൾ ഉണ്ടാകും. This is a prophecy that says, in the last days, a country which is so young will have so much of firepower. ഇതൊരു പ്രവചനമാണ്. ആ പ്രവചനം ഇപ്രകാരം പറയുന്നു: അന്ത്യകാലത്ത് വളരെ ചെറിയൊരു രാജ്യത്തിന് അത്യധികമായ വല്ലഭത്വം ഉണ്ടാകും. The Lord says they will be like a fire pot, they will be like a flaming torch. അവർ തീച്ചട്ടി പോലെയും തീപ്പന്തം പോലെയും ആയിരിക്കുമെന്ന് ദൈവം വളരെ വ്യക്തമായി പറയുന്നു. Right and left, they will consume anyone who comes near them. ഇടതുഭാഗത്തും വലതുഭാഗത്തും അവരുടെ അരികിൽ വരുന്ന എല്ലാവരെയും അവർ തിന്നുകളയും. Do you know, dear brothers and sisters, this prophecy is actually fulfilled and fulfilling today. നിങ്ങൾക്കറിയാമോ, ഈ പ്രവചനം നിറവേറിയിരിക്കുന്നു, ഇന്ന് നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. Do you know, among the strongest and the most fierce armies in the world, of the top, one of them is Israel. നിങ്ങൾക്കറിയാമോ, ഇന്ന് ലോകത്തിലെ ഏറ്റവും സുശക്തമായ സൈനിക ശക്തികളിൽ ഒന്ന് ഇസ്രായേലിന്റെ സൈന്യമാണ്. For a people who are less than 1 crore, അവിടുത്തെ ജനസംഖ്യ 1 കോടിയിലും കുറവാണ്. എന്നിട്ടും ആ രാജ്യത്ത് there are 30 lakhs in the military. ഏകദേശം 30 ലക്ഷം ജനങ്ങൾ സൈനിക സേവനം അനുഷ്ഠിക്കുന്നവരാണ്. They have 4,000 tanks. ഇസ്രായേൽ സൈന്യത്തിന്റെ പക്കൽ 4000 ടാങ്കുകളുണ്ട്. 10,000 armored vehicles. 10,000 കവചിത വാഹനങ്ങളുണ്ട്. 700 warplanes. 700 യുദ്ധവിമാനങ്ങളുണ്ട്. 100 ships, warships. അവരുടെ പക്കൽ 100 പടക്കപ്പലുകളുണ്ട്. They are the strongest army in the entire world. ഈ ലോകത്തിലെ ഏറ്റവും സുശക്തമായ സൈന്യങ്ങളിൽ ഒന്നാണ് ഇസ്രായേലിന്റെ സൈന്യം. You can hear of ISIS attack here, there, America, Sri Lanka, everywhere you can hear of ISIS attack, but not in Israel. അമേരിക്കയിലും ശ്രീലങ്കയിലും അതുപോലെ മറ്റ് രാജ്യങ്ങളിലും IS തീവ്രവാദികളുടെ ആക്രമണം ഉണ്ടായതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. But not in Israel. എന്നാൽ ഇസ്രായേലിൽ അത് ഉണ്ടാകുകയും Scared of these people. ലോക രാജ്യങ്ങൾ എല്ലാവരും ഇസ്രായേലിനെ ഭയപ്പെടുന്നു. Even today, India is trying to buy weapons from Israel. ഇന്ന് ഇന്ത്യ പോലും ഇസ്രായേലിൽ നിന്ന് യുദ്ധോപകരണങ്ങൾ വാങ്ങുവാൻ ശ്രമിക്കുകയാണ്. It is just 70 years old. ഇസ്രായേൽ രാജ്യം സംസ്ഥാപിതമായിട്ട് വെറും 70 വർഷങ്ങളെ ആയിട്ടുള്ളൂ. It's so small group. ഇത് വളരെ ചെറിയൊരു രാജ്യമാണ്. So much of power. എന്നാൽ അത്യധികം ശക്തിയുള്ളവരാണ്. Hallelujah. ഹല്ലേലൂയ. The Bible says, വേദപുസ്തകം പറയുന്നു, if you read that verse, it's very, very interesting. നിങ്ങൾ ആ വചനം വായിക്കുകയാണെങ്കിൽ അത് രസകരമായ They വചനമാണ്. say they will be like a fire, അവർ തീച്ചട്ടി പോലെ ആയിരിക്കുമെന്ന് വചനം പറയുന്നു. and anyone who touches them will be burnt. ആരെങ്കിലും അവരെ തൊടുകയാണെങ്കിൽ അവർ കത്തിച്ചാമ്പലാകും. If you look at the countries that touched Israel, ഇസ്രായേലിനെ സ്പർശിച്ച രാജ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, for example, Iraq, ഉദാഹരണമായി ഇറാഖ്, turned into desolation. ഇറാഖ് എല്ലാവരാലും കൈവിടപ്പെട്ട ഒരു രാജ്യമായി തീർന്നു. See, all the countries, എല്ലാ രാജ്യങ്ങളും, their power is so huge. ഇസ്രായേലിന്റെ ശക്തി അത്രമാത്രം വലുതാണ്. These are things you see in today's world. ഇന്നത്തെ ലോകത്ത് നിങ്ങൾ കാണുന്ന കാര്യങ്ങളാണിത്. Do you know, നിങ്ങൾക്കറിയാമോ, the most hated country in the world is Israel. ലോകത്തിലെ ഏറ്റവും അധികം വെറുക്കപ്പെട്ട രാഷ്ട്രമാണ് ഇസ്രായേൽ. Country with the maximum enemies is Israel. ഏറ്റവും അധികം ശത്രുക്കളുള്ള രാജ്യമാണ് ഇസ്രായേൽ. But എന്നിരുന്നാലും there is only one airline in the world, which is El Al, the official national airline of Israel, which has never been hijacked even once. ഇസ്രായേലിന്റെ ഔദ്യോഗികമായ ദേശീയ എയർലൈൻ, ആ എയർലൈനെ ഇതുവരെ ഒരാളും ഹൈജാക്ക് ചെയ്തിട്ടില്ല.
ഇതുവരെ ആരാലും ഹൈജാക്ക് ചെയ്യപ്പെടാത്ത ഒരേ ഒരു വിമാന സർവീസ് അതാണ്. They say you cannot hijack an Israelite plane. അവർ പറയുന്നു, ഒരു ഇസ്രായേൽ വിമാനത്തെ നിങ്ങൾക്കൊരിക്കലും ഹൈജാക്ക് ചെയ്യുവാൻ സാധിക്കുകയില്ല. They say in El Al, the Israelite International Airline, അവർ പറയുന്നു, ഇസ്രായേലിലെ ഇന്റർനാഷണൽ എയർലൈനിൽ in every plane there are at least 2 commandos with guns. ഓരോ വിമാനത്തിലും 2 കമാൻഡോകൾ തൂക്കമായി നിൽക്കുന്നുണ്ടായിരിക്കും. They will be like passengers. അവർ യാത്രക്കാരെ പോലെ ആയിരിക്കും. If there is one terrorist rising up from his seat, ഒരു തീവ്രവാദി ആ വിമാനത്തിൽ ഉണ്ടെങ്കിൽ, അവൻ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുകയാണെങ്കിൽ, they within 10 seconds they will be smashed. 10 സെക്കൻഡിനുള്ളിൽ അവന്റെ കഥ കഴിയും. Just in case they enter into the cockpit of the pilot. എങ്ങനെയെങ്കിലും തീവ്രവാദികൾ പൈലറ്റിന്റെ കോക്പിറ്റിൽ They say പ്രവേശിക്കുകയാണെങ്കിൽ, the pilot on his head has guns on all sides. വിവിധ ഭാഗങ്ങളിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള തോക്കുകൾ പൈലറ്റിന്റെ ശിരസിൽ ഉണ്ടായിരിക്കും. Just one press of the button, ആ ബട്ടണിൽ ഒന്ന് അമർത്തിയാൽ മാത്രം മതി, he is finished. ഉടനടി ആ തീവ്രവാദിയുടെ കഥ കഴിയും. The Lord said, you will be like a fire pot. ദൈവം പറഞ്ഞു, നിങ്ങൾ തീച്ചട്ടി പോലെ ആയിരിക്കും. இதை நம்ப முடியுதா? ഇത് വിശ്വസിക്കാനാവുമോ? இளமையான நாடுங்க உலகத்தை பயமுறுத்துது. ഈ രാജ്യം ലോകത്തെ இது ഭയപ്പെടുത്തുന്നു. ஒரு அடையாளம். ഇത് ഒരു അടയാളമാണ്. அத்திமரம் துளிர் விடுகிறது. അത്തിമരം തളിർക്കുന്നു. Hallelujah. ഹല്ലേലൂയ. The fig tree is blossoming. അതെ, അത്തിമരം തളിർക്കുകയാണ്. 7th one, 7ാമത്തെ അടയാളം, Zechariah 12:3. സെക്കരിയാവ് 12:3 On that day I will make Jerusalem a heavy stone for all people. All who try to lift it will injure themselves severely when all the nations of the earth will gather against her. അന്നാളിൽ ഞാൻ യെരുശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും. അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും. ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടിവരും. 7th sign, 7ാമത്തെ അടയാളം, refocus of world politics on Israel. ലോകരാഷ്ട്രീയം വീണ്ടും ഇസ്രായേലിന്മേൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. You see the news today. നിങ്ങൾ ഇന്ന് വാർത്തകൾ കേൾക്കുകയാണെങ്കിൽ, If there is one news, one country that gathers the attention of the entire world, it is Israel. ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരേ ഒരു രാജ്യം ഇസ്രായേൽ ആണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. Today, like no other country, officially many countries have declared the annihilation and the destruction of the nation of Israel. ഇന്നത്തെ കാലത്ത് ഏതൊരു രാജ്യവും ഇസ്രായേലിനെ പോലെ ഒരിക്കൽ പൂർണ്ണമായി നശിപ്പിക്കപ്പെടുകയും പിന്നീട് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തിട്ടില്ല. Iran publicly says, we will remove Israel from the world map. ഞങ്ങൾ ലോക ഭൂപടത്തിൽ നിന്ന് ഇസ്രായേലിനെ തുടച്ചു മാറ്റുമെന്ന് ഇറാൻ പരസ്യമായി പ്രഖ്യാപിക്കുന്നു. But they are getting destroyed. Israel is going strong. എന്നാൽ അവർ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇസ്രായേൽ നാൾക്കുനാൾ ബലം പ്രാപിച്ച് വളർന്നുകൊണ്ടിരിക്കുന്നു. Iraq's leader Saddam Hussein said in his lifetime he will destroy Israel and remove it from his map. ഇറാഖിന്റെ നേതാവായിരുന്ന സദാം ഹുസൈൻ പറഞ്ഞു, തന്റെ ജീവിതകാലത്ത് താൻ ഇസ്രായേലിനെ നശിപ്പിക്കുമെന്നും ലോക ഭൂപടത്തിൽ നിന്ന് മായ്ച്ചു Look at കളയുമെന്നും. that verse. ആ വചനം നോക്കുവിൻ. All who try to lift it will injure themselves severely when all the nations of the earth gather against her. അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും. ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടിവരും. Saddam Hussein said he will destroy this nation and remove it from the map. ഇസ്രായേലിനെ ഞാൻ നശിപ്പിക്കും, ലോകത്തിന്റെ ഭൂപടത്തിൽ നിന്ന് മായ്ച്ചു കളയുമെന്ന് സദാം ഹുസൈൻ പറഞ്ഞു. Look at his country today. ഇന്ന് അദ്ദേഹത്തിന്റെ രാജ്യം നോക്കുവിൻ. That man is already gone ആ മനുഷ്യൻ എന്നേ ലോകം വിട്ടുപോയി. and his country has become just dust and ashes. എന്നാൽ ഇന്ന് സദാം ഹുസൈന്റെ രാജ്യം വെറും ചാരമായി തീർന്നിരിക്കുന്നു. Iran said we will destroy. ഇറാൻ പറഞ്ഞു, ഞങ്ങൾ ഇസ്രായേലിനെ നശിപ്പിക്കുമെന്ന്. Look at that country today. ഇന്ന് ഇറാനെ നോക്കുവിൻ. With economic sanctions, the people are begging for food. സാമ്പത്തിക ഉപരോധം നിമിത്തം ജനങ്ങൾ ഭക്ഷണത്തിനു വേണ്ടി യാചിക്കുകയാണ്. Syria rose up against Israel. സിറിയ ഇസ്രായേലിനെതിരായി എഴുന്നേറ്റ് പ്രവർത്തിച്ചു. They sent rockets into it. അവർ ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ അയച്ചു. What happened? എന്താണ് സംഭവിച്ചത്? Today Syrians have become destroyed with their people running to all the countries begging for a place to stay. ഇന്ന് സിറിയ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. സിറിയയിലെ ജനങ്ങൾ അഭയാർത്ഥികളായി താമസിക്കുന്നതിന് ഒരു സ്ഥലം അന്വേഷിച്ചുകൊണ്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുകയാണ്. The Lord said,
In the last days, Jerusalem will become like a heavy stone and people will not be able to bear it. ദൈവം പറഞ്ഞു, അന്ത്യകാലത്ത് ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും, അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും. And the whole world will gather against it. ലോകം മുഴുവൻ ഇസ്രായേലിനെതിരായി ഒരുമിച്ച് കൂടും. Today, European Union is against Israel. ഇന്ന് യൂറോപ്യൻ യൂണിയൻ ഇസ്രായേലിനെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. The Arab nations are against Israel. അറബ് രാഷ്ട്രങ്ങളെല്ലാം ഇസ്രായേലിനെതിരാണ്. Most of the countries are against it. ലോകത്തിലെ ഭൂരിഭാഗം രാഷ്ട്രങ്ങളും ഇസ്രായേലിനെതിരാണ്. Russia is against it. റഷ്യ ഇസ്രായേലിനെതിരാണ്. But the Lord said, എന്നാൽ ദൈവം പറഞ്ഞു, anyone who touches it will be destroyed. ഇസ്രായേലിനെ തൊടുന്നവൻ ആരായാലും അവൻ തകർന്ന് തരിപ്പണമാകും. A sign that the fig tree has blossomed. ഇതെല്ലാം അത്തിമരം തളിർക്കുന്നതിന്റെ അടയാളങ്ങളാണ്. Listen, my brothers and sisters. എന്റെ പ്രിയ സഹോദരങ്ങളെ ശ്രദ്ധിക്കൂ. Christian believers who lived 100 years ago did not see any of these signs. 100 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ക്രിസ്തീയ വിശ്വാസികൾ ആരും ഈ അടയാളങ്ങൾ ഒന്നും കണ്ടിട്ടില്ല. Because there was no country called Israel, first of all. കാരണം അന്ന് ഇസ്രായേൽ എന്ന രാജ്യം പോലും ഉണ്ടായിരുന്നില്ല. It was not in the map. ലോകത്തിന്റെ ഭൂപടത്തിൽ ഇസ്രായേൽ ഉണ്ടായിരുന്നില്ല. But the Lord said, എന്നാൽ ദൈവം പറഞ്ഞു, the fig tree that I cursed ഞാൻ ശപിച്ച ആ അത്തിമരം will blossom someday. ആ അത്തിമരം എന്നെങ്കിലും ഒരു ദിവസം വീണ്ടും തളിർക്കും. And when you see that, നിങ്ങൾ അത് കാണുമ്പോൾ remember ഓർക്കുവിൻ, that God, the Lord Jesus Christ, has come to the door. കർത്താവായ യേശുക്രിസ്തു ഇതാ വാതിൽക്കൽ എത്തിയിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. I want to read that one verse, very important verse. ഞാൻ ആ പ്രധാനപ്പെട്ട വചനം ഒരിക്കൽ കൂടി വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. Come back again to Matthew 24. നിങ്ങൾ മത്തായി 24 അധ്യായത്തിലേക്ക് തിരിച്ചു വരുവിൻ. Verse 33 onwards. 33 വാക്യം മുതൽ വായിക്കാം. When that branch will become tender and sprout, the Lord says, in the same way, when you see all these things, recognize He is near at the door. അത്തിയുടെ ഇല ഇളതായി ഇല തളിർക്കുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ. There is a next verse that is very terrifying. അടുത്ത വാക്യം വളരെയധികം ഭീതിജനകമായ വാക്യമാണ്. 34. വാക്യം. I assure you, this generation will certainly not pass away until all these things take place. ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. What is the generation? ഏത് തലമുറയാകുന്നു അത്? A generation that sees the blossoming of the fig tree. അത്തി തളിർക്കുന്നത് കണ്ട ആ തലമുറ. Bible scholars tell us, വേദശാസ്ത്ര പണ്ഡിതന്മാർ നമ്മോട് പറയുന്നു, the generation that was born in 1948 will be the last generation in this world. 1948 ജനിച്ച ജനങ്ങൾ ആ മക്കളുടെ തലമുറയായിരിക്കും ഈ ലോകത്തിലെ അവസാന തലമുറ. They say they saw the blossoming of the fig tree. ഈ വചനം പറയുന്നു, അവർ അത്തിവൃക്ഷം തളിർക്കുന്നത് കണ്ടു, അതിന് സാക്ഷികളായി തീർന്നു. Let's say they would live for 100 years. നമുക്ക് ഇപ്രകാരം പറയാം, അവർ 100 വർഷങ്ങൾ ജീവിക്കുമെന്ന്. According to the scholars, you can calculate how many years is left. വേദശാസ്ത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ഇനി എത്ര വർഷങ്ങൾ അവശേഷിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കണക്കാക്കാം. Because Jesus said, the generation that will see these things, they will not pass away until all these things is finished. യേശു പറഞ്ഞു, ഇതൊക്കെയും കാണുന്ന ആ തലമുറ ഇതൊക്കെയും സംഭവിക്കുവോളം ഒഴിഞ്ഞു പോകയില്ല എന്ന്. The Lord Jesus Christ has come to the very door. അതെ, കർത്താവായ യേശുക്രിസ്തു ഇതാ വാതിൽക്കൽ എത്തിയിരിക്കുന്നു. I told you in the beginning, ഞാൻ ആരംഭത്തിൽ നിങ്ങളോട് പറഞ്ഞുവല്ലോ, we have questions. How will the coming of the Lord be? കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് എപ്രകാരമായിരിക്കുമെന്ന ചോദ്യം നമ്മുടെ ഉള്ളിലുണ്ട്. Jesus said, like the days of Noah, it will be. അത് യോനയുടെ നാളുകൾ പോലെ ആകുമെന്ന് യേശുക്രിസ്തു വ്യക്തമായി പറഞ്ഞു. How will it be? അത് എപ്രകാരമായിരിക്കും? It will come suddenly. അത് പെട്ടെന്ന് സംഭവിക്കും. But not for the believers. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. Because for Noah it was not sudden. നോഹയ്ക്ക് അത് പെട്ടെന്ന് സംഭവിച്ച കാര്യമല്ലായിരുന്നു. He was well prepared. അവൻ അതിനെ നേരിടുവാൻ ഒരുങ്ങിയിരുന്നു. He was already warned. മുൻകൂട്ടി എല്ലാ കാര്യങ്ങളും അവനെ അറിയിച്ചിരുന്നു. He already went into the ark. അവൻ അത് സംഭവിക്കുന്നതിന് മുൻപ് തന്നെ പെട്ടകത്തിൽ The പ്രവേശിച്ചിരുന്നു. world, it was sudden.
അതെ, ലോകത്തെ സംബന്ധിച്ചിടത്തോളം അത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും. How will this happen? What will happen? ഇത് എങ്ങനെ സംഭവിക്കും? I said it will be a separation. ഞാൻ പറഞ്ഞു, അപ്പോൾ ഒരു വേർതിരിക്കൽ ഉണ്ടാകുമെന്ന്. For the world, our disappearance will be a shock. നമ്മൾ ക്ഷണനേരത്തിൽ അപ്രത്യക്ഷമാകുന്നത് ലോകത്തെ അത്ഭുതത്തിലാഴ്ത്തും. But for the children of God, separation is a part of life. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം വേർതിരിക്കൽ എന്നാൽ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. Separated from the world. ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെടുക. Hallelujah. ഹല്ലേലൂയ. നാം ഉലകത്തിൽ ഇരുന്നാലും ഉലകത്തിற்குரியവர்கள், we are not of this world. നമ്മൾ ഈ ലോകത്തിൻ്റെതല്ല. The third one, മൂന്നാമത്തെ കാര്യം, I said, when will this happen? ഞാൻ പറഞ്ഞുവല്ലോ എപ്പോഴാണ് ഇത് സംഭവിക്കുക എന്ന്. For the world, Jesus will be coming like a thief. ലോകക്കാരുടെ അരികിലേക്ക് യേശു കള്ളനെ പോലെ വരും. Because they are still living in darkness. കാരണം അവർ ഇപ്പോഴും അന്ധകാരത്തിലാണ് ജീവിക്കുന്നത്. But for us children of എന്നാൽ God, ദൈവമക്കളായ നമ്മുടെ അരികിലേക്ക് He is not going to come like a യേശു thief. കള്ളനെ പോലെ വരുവാൻ പോകുന്നില്ല. He is going to come as our യേശു bridegroom. ഇനി നമ്മുടെ മണവാളനായിട്ടാണ് വരുവാൻ പോകുന്നത്. Hallelujah. ഹല്ലേലൂയ. We are waiting for Him. നമ്മൾ യേശുവിനായി കാത്തിരിക്കുന്നു. He has already given all the signs. യേശു എല്ലാ അടയാളങ്ങളും നൽകി കഴിഞ്ഞിരിക്കുന്നു. Today we talked about the first sign. There are still 6 more. ഇന്ന് നമ്മൾ ഒന്നാമത്തെ അടയാളത്തെക്കുറിച്ച് സംസാരിച്ചു. ഇനിയും 6 അടയാളങ്ങൾ ബാക്കിയുണ്ട്. Every prophecy, word by word, is happening before the very eyes in our own generation. വേദപുസ്തകത്തിൽ നൽകപ്പെട്ടിട്ടുള്ള സകല പ്രവചനങ്ങളും ഇന്നത്തെ തലമുറയായ നമ്മുടെ ദൃഷ്ടിക്ക് മുൻപിൽ ഒന്നൊന്നായി നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. It is in our hands. എല്ലാം നമ്മുടെ കൈകളിലാണ്. The Bible says, വേദപുസ്തകം പറയുന്നു, do not sleep, നിങ്ങൾ ഉറങ്ങരുത്, but be vigilant. എന്നാൽ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. Hallelujah. ഹല്ലേലൂയ. The Lord is coming. ദൈവം വരികയാണ്. I want to meet you, Jesus. യേശുവേ, എനിക്ക് അങ്ങയെ നേരിൽ കാണണം. I don't want to be left ദൈവമേ, behind. ഞാൻ കൈവിടപ്പെട്ടവനായി തീരരുത്. Every single day, ഓരോ ദിവസവും I want to be prepared. അതിനുവേണ്ടി എനിക്ക് ഒരുങ്ങണം. Because Jesus is coming. കാരണം യേശു വരികയാണ്. He is coming soon. യേശു വേഗത്തിൽ വരുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ സന്ധിക്ക് ആയത്തപ്പെടണമെന്ന് എത്ര പേർ യേശുവിനെ കാണുവാൻ തയ്യാറായിരിക്കുന്നു? കർത്താവിൽ പ്രിയരെ, ഈ സന്ദേശം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹം ആയി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ദൈവിക സന്ദേശം നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ACA ആവടി എന്ന യൂട്യൂബ് ചാനൽ വഴി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പ്രോഗ്രാം മുഖാന്തരം നിങ്ങൾ അനുഭവിച്ച അനുഗ്രഹങ്ങളെ ഞങ്ങളോട് പങ്കുവെക്കുക. നിങ്ങളുടെ ശരിയായ മേൽവിലാസം, ഫോൺ നമ്പർ മുതലായവ ഞങ്ങൾക്ക് എഴുതി അയക്കേണ്ട ഇമെയിൽ അഡ്രസ് acaavadi@gmail.com. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഞങ്ങളോട് വിളിച്ചറിയിക്കേണ്ട ഫോൺ നമ്പർ 9380417774. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.